ഹായ് ഓൾ. അപ്പൊ നമ്മുടെ സീജർ ഈ അടുത്തങ്ങ് എത്തും അല്ലേ? നമ്മളെല്ലാവരും ഇങ്ങനെ പ്രിപ്പറേഷനിലാണ് എന്നറിയാം. അപ്പൊ ഇടയ്ക്ക് ഒരു റിവിഷൻ വേണമല്ലോ. നമ്മൾ പഠിച്ചത് എത്രത്തോളമായി, ഏതൊക്കെ ടോപ്പിക്സ് കിട്ടുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ സ്റ്റക്ക് ആവുന്നുണ്ട്, അതിനുവേണ്ടി ഇടയ്ക്ക് ഒരു ക്വിക്ക് റിവിഷൻ ആവാം. സോ റീസണിങ് നിങ്ങൾ പഠിച്ച എത്രത്തോളമായി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. നമുക്ക് നോക്കാം. CGL-ന്റെ തൊട്ട് മുന്നത്തെ നമ്മുടെ വെണ്ടർ മാറി, അതായത് TCS മാറി എഡിക്വിറ്റി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഏരിയ, കുറച്ച് ഏരിയാസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ റീസണിങ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമായിരുന്നു അല്ലെ. അപ്പൊ ഇമ്പോർട്ടൻറ്റ് ഏരിയാസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ബാക്കിയുള്ള ടോപ്പിക്കിലും ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്കൊരു ക്വിക്ക് റിവിഷൻ ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ പഠിച്ച ടോപ്പിക്സിനെ ഒക്കെ ഒന്ന് മനസ്സിലങ്ങ് ഓർത്തെടുക്കുക, പെട്ടെന്ന് അങ്ങ് കൊണ്ടുവരിക. ദെൻ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: select the option that is related to the third item in the same way as the second item is related to the first term. term എന്ത് വേണമെങ്കിൽ വരാം, കുഴപ്പമില്ല. ചോദ്യം ഇതിങ്ങനെയാണ്: ഫസ്റ്റ് ടേം ഇസ് റിലേറ്റഡ് ടു സെക്കൻഡ് ടേം ആണ്. അത് എന്ത് റിലേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ റിലേഷൻ അത് തേർഡ് ടേമിന് അപ്ലൈ ചെയ്ത് ഇവിടുത്തെ ഫോർത്ത് ടേമിനെ കണ്ടുപിടിക്കുക. ആ ഫോർത്ത് ടേമിൽ വരാവുന്ന ആ ഓപ്ഷൻ ഏത്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് എന്ത് ക്വസ്റ്റ്യനാ, ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആടാ? നമ്മുടെ അനലോഗി അല്ലെ, നമ്മുടെ നമ്പർ അനലോഗിയാണ് അവൻ അല്ലെ. നമ്പർ അനലോഗിയാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മളെ കുറച്ച് സ്റ്റക്ക് ആക്കുന്ന ക്വസ്റ്റ്യനും കൂടിയാണ് ഇവൻ. എല്ലാവരെയും എന്ന് ഞാൻ പറയില്ല, ചിലവർക്ക് ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് കിട്ടാം, ചിലവർ എത്ര പഠിച്ചു പോയാലും ചിലപ്പോൾ സ്റ്റക്ക് ആക്കുന്ന ക്വസ്റ്റ്യൻ വന്നേക്കാം. എല്ലാവരുടെയും ടൈം കളഞ്ഞേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ടൈം അത്രയും അത്യാവശ്യമാണ് അല്ലെ. 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ 15 മിനിറ്റേ ഉള്ളൂ. 15 മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം. അത് മുന്നേ ആയാലും കുറെ പേര് 12-13 മിനിറ്റിൽ ചെയ്ത് തീർക്കുമായിരുന്നു. അപ്പൊ റീസണിങ് ആയതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കണ്ട. പക്ഷെ അങ്ങനെ ചെയ്ത് തീർക്കാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് തീർക്കാനായിട്ടുള്ള സ്പീഡിലോട്ട് എത്തണം. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ CGL-ന്റെ ഓരോരോ റിവിഷൻ സെഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ടോപ്പിക്കിലും എവിടെയൊക്കെ നമുക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെയൊക്കെ ടൈം സേവ് ചെയ്യാം എന്നുള്ള കുഞ്ഞു ടിപ്സ് ഞാൻ ഇൻ ബിറ്റ്വീൻ തരുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാം. ദെൻ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്ന് ഇത്രയും ടൈം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ടൈം പീരീഡ് ആയിരുന്നു. എന്താടാ, ആൻസർ കിട്ടിയോ? എന്താണ് 14 450 ആവാൻ നമുക്ക് മൾട്ടിപ്പിൾ ആണോ, സ്ക്വയർ ആണോ, ക്യൂബ് ആണോ, സ്ക്വയറിന്റെ മൾട്ടിപ്പിൾ ആണോ, ക്യൂബിന്റെ മൾട്ടിപ്പിൾ ആണോ, അങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ പക്ഷേ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്താലും 450 എത്തില്ല. ബിക്കോസ് ഇവിടുത്തെ അനലോഗി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു നമ്പർ n, അവൻ ഈസ് റിലേറ്റഡ് ടു അതിന്റെ തൊട്ടടുത്ത നമ്പറിന്റെ സ്ക്വയർ ഇൻറ്റു 2. അതിന്റെ ഒരു ബേസിസിലാണ് ഇവനെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അതാണോ അല്ലയോ എന്ന്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ടൈം പോകുന്നറിയാം, എന്നാലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഈ ഐഡിയാസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കണം. ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്ത 50 ഐഡിയാസ്, 50 കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ ഒരു 51ാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അത് കൊടുക്കാൻ നോക്കുക. 50 ഐഡിയാസ് നമ്മൾ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണമാണെങ്കിലോ. ഓക്കെ, പുതിയത് വന്നാൽ നമ്മൾ ട്രൈ ചെയ്യുക, കിട്ടുമോ എന്നുള്ളത് ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂടാ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 14 + 1 എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ ആണ് ഇൻറ്റു 2. ഒരു നമ്പർ അവന്റെ തൊട്ടടുത്ത നമ്പറിന്റെ സ്ക്വയർ ഇൻറ്റു 2, അതാണ് ഇവിടുത്തെ റിലേഷൻഷിപ്പ്. നോക്കാം, 15 സ്ക്വയർ 225 ആണ്. 225 ഇൻറ്റു 2 എന്ന് പറയുന്നത് 450 ആണ്. ഓക്കെ, നമ്മൾ ആൻസറിലോട്ട് എത്തി. കറക്റ്റ് ആയിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച കാര്യം കറക്റ്റ് ആയിരുന്നു. അപ്പൊ ആ റിലേഷൻ എന്താന്ന് കിട്ടിയ റിലേഷൻ ഇവിടെ 18ന് അപ്ലൈ ചെയ്യുമ്പോൾ 18ഉം 18ന്റെ തൊട്ടടുത്ത നമ്പർ ആയിട്ടുള്ള 19ന്റെ സ്ക്വയർ ഇൻറ്റു 2. 19ന്റെ സ്ക്വയർ നമുക്കറിയാലോ, 361 ഇൻറ്റു 2. 300 600 60 720 2 722. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി കേട്ടോ, ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോകുന്നു. തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാ? ഇതും അനലോഗി തന്നെയാടാ. എന്താണ് നമ്മുടെ ആൽഫബറ്റ് അനലോഗി അല്ലെങ്കിൽ വേർഡ് അനലോഗി, ലെറ്റർ അനലോഗി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ലെറ്റർ അനലോഗി അഥവാ ആൽഫബറ്റ് അനലോഗി ആണ്. ഇത് എളുപ്പമാണ്. നമ്മുടെ കോഡിങ്ങിന്റെ ഒരു
അനിയനായിട്ട് വരും അവൻ, അല്ലെ? കോഡിങ് എങ്ങനെയാണോ നമ്മൾ പഠിച്ചത്, കോഡിങ് നമ്മൾ എങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതേപോലെ ഇവിടെ ചിന്തിക്കുക. കോഡിങ്ങിൽ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ടാവും, അവൻ എന്തിന്റെ ബേസിൽ കോഡ് ചെയ്തിരിക്കുന്നു, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട വേർഡിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതേ കാര്യം ഇവിടെ ചെയ്യാടാ. പ്രാഗ്മാറ്റിക് എന്നുള്ള വേർഡിനെ ഇവർ എങ്ങനെയോ മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയത് എങ്ങനെയാന്ന് നോക്കുക, ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു കോഡ് കണ്ടുപിടിച്ച് ട്രിംഫന്റ് എന്നുള്ള വേർഡിനും കൂടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. പി ആർ ആയി, പി കഴിഞ്ഞാൽ ക്യൂ ആർ പ്ലസ് 2, പിയുടെ നമ്പർ 16, ആറിന്റെ നമ്പർ 18, 2 കൂടി. ആറിന്റെ നമ്പർ 18, ടിയുടെ നമ്പർ 26 കഴിഞ്ഞാൽ എസ് ടി പിന്നെയും 2 കൂടി. 7 നമ്പർ 1, സിയുടെ നമ്പർ 3. ഞാൻ അവരുടെ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് ആണ് പറയണേ കേട്ടോ. ഓക്കെ, നമ്മുടെ ABCDയിൽ 1, 2, 3 അവർക്ക് നമ്പർ കൊടുത്ത 1 തൊട്ട് 26 വരെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെ? A തൊട്ട് Z വരെ ആ നമ്പർ ആണ് പറയുന്നത്. A to C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BC 2 കൂടി. G കഴിഞ്ഞാൽ HI പിന്നെയും 2 കൂടി, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, 2 കൂടി. M കഴിഞ്ഞാൽ NO 2 കൂടി. A കഴിഞ്ഞാൽ പിന്നെയും C, that is 2 കൂടി. T V I U V 2 കൂടി. I K I കഴിഞ്ഞാൽ J K 2 കൂടി. C E I D E 2 കൂടി. ദാറ്റ് ഈസ് ഇവിടെ ചെയ്തിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് +2 ബേസിസിലാണ്. +2 അതായത് 2 ആഡ് ചെയ്യുക, 2 ലെറ്റേഴ്സ് 2 ആഡ് ചെയ്തത് രണ്ടാമത്തെ സെക്കൻഡ് പ്ലേസിലെ ലെറ്റർ ഏത്, ഉള്ള ലെറ്ററിന് സെക്കൻഡ് പ്ലേസിലെ ലെറ്റർ ഏത് എന്നാണ് നോക്കുമ്പോൾ. ട്രിംഫന്റ് നോക്കുമ്പോൾ T20 ആണ്. T എന്തായാലും ബി ആവുന്നുള്ള ഒരു സൂചന നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ആറിന്റെ കേസ് ഇവിടെ തന്നിട്ടുണ്ട്, 6 T ആവും തന്നിട്ടുണ്ട്. അപ്പൊ VT. I ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, I ദെൻ ബി I ഏതായിരുന്നു K ആവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ VTK. ദെൻ യു തന്നിട്ടില്ല. യു നമുക്കറിയാം, യുടെ നമ്പർ 21 ആണ്, 2 കൂട്ടി 23, ദാറ്റ് ഈസ് W വരൂട. VTKW. ദെൻ അടുത്തത് എം എന്നുള്ള കഴിഞ്ഞാൽ M ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, M എന്താവും? O ആവും. M കഴിഞ്ഞാൽ NO +2 ചെയ്യുമ്പോൾ O ആവും. VTKWO അങ്ങനെ നോക്കുമ്പോൾ VTKW വരെ എല്ലായിടത്തും സെയിം ആണ്. O വരുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രമാണ്. സോ ഇവനായിരിക്കും ഉത്തരം. ബാക്കി നോക്കണം എന്നില്ല. നോക്കുകയാണെങ്കിൽ P കഴിഞ്ഞാൽ QR, H കഴിഞ്ഞാൽ IJ, A കഴിഞ്ഞാൽ BC, N കഴിഞ്ഞാൽ OP, T കഴിഞ്ഞാൽ QR. പിന്നെ ഇതന്നെയാണ്, അല്ല T കഴിഞ്ഞാൽ UV. ഇതന്നെയാണ് നമ്മുടെ ആൻസർ കിട്ടിയേക്കുന്നത്. ഞാനിത് ഫുള്ള് ചെയ്യുമ്പോഴേക്കും ആൻസർ ചെയ്തു. എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഓരോ ലെറ്ററും ഓരോ കോഡിന്റെ ഓരോ സ്റ്റെപ്പും കണ്ടുപിടിക്കുന്നതിനൊപ്പം ഓപ്ഷൻ എന്ന് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓപ്ഷൻ എലിമിനേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ അഞ്ചാമത്തെ ലെറ്റർ O വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഇത് മാത്രമേ ഉള്ളൂ. ഇവനാണ് ഉത്തരം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരെ വരാത്തോണ്ട് അവർ ഉത്തരമായിരിക്കില്ല എന്ന് ഉറപ്പിക്കുക. ബാക്കിയുള്ളവനെ ചെക്ക് ചെയ്യണ സമയം കൂടെ, ബാക്കിയുള്ള ആൾക്കാരനെ കണ്ടുപിടിക്കുന്ന സമയം കൂടെ, അതിപ്പോ 2 സെക്കൻഡോ 5 സെക്കൻഡോ ഒരു 10 സെക്കൻഡ് എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഇത് നമുക്ക് ചിലപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വേണ്ട സമയമായിരിക്കാം. അത് അങ്ങനെ സേവ് ചെയ്ത് പഠിച്ചേ പറ്റൂ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാടാ. 3 of the following 4 numbers pairs are alike in a certain way and one is different. That is, ഏതാ ടോപ്പിക് ഏതാ? 4 ഓപ്ഷൻസ് ഡയറക്ട്ലി തന്നിരിക്കുന്നു. അതിൽ ഒരാൾ ഡിഫറെന്റ് ആണ്. സോ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അത് ആരാടാ ടോപ്പിക്? നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷനിൽ നിന്ന് വന്നിരിക്കുന്നു. ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഒരാള് കറക്റ്റ് ആണ്, അല്ല 3 ആള് ഒരേ റിലേഷനിലാണ്, ഒരാൾ അതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അതാരാ എന്താ എന്ന് നോക്കി ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. ഇപ്പൊ 17ന്റെ സ്ക്വയർ ഞാൻ എടുക്കുമ്പോൾ നമുക്കറിയാം 289. അപ്പൊ 298ന്റെ അടുത്ത് എവിടെയോ ആണ് അല്ലേ? അപ്പൊ 289ന്റെ ഒപ്പം ഒരു 9 കൂട്ടിയാൽ എനിക്ക് 298 കിട്ടില്ലാടാ, ഇല്ലേ? അപ്പൊ 17ന്റെ സ്ക്വയറിന്റെ ഒപ്പം ഞാൻ 9 കൂട്ടി, അതാണ് ഇവിടെ കിട്ടിയത്. ബാക്കി ചെക്ക് ചെയ്യാം. 21ന്റെ സ്ക്വയർ നമുക്കറിയാം 441 ആണ്, അല്ലെ? അപ്പൊ അതിന്റെ ഒപ്പം 9 കൂട്ടിയാൽ 450 കിട്ടി എനിക്ക്, അല്ലെ? അപ്പൊ 21ന്റെ സ്ക്വയറിന്റെ ഒപ്പം 21ന്റെ സ്ക്വയറിന്റെ ഒപ്പം 9 കൂട്ടി. ഓക്കെ, അപ്പൊ പാറ്റേൺ മനസ്സിലായില്ലേ? n സ്ക്വയറിന്റെ ഒപ്പം 9 ആഡ് ചെയ്തു. ഇതാണ് വരുന്ന ആ പാറ്റേൺ കേട്ടോ. 13 സ്ക്വയർ നമുക്കറിയാം 169 ആണ്. 169ന്റെ ഒപ്പം 9 ആഡ് ചെയ്താൽ എനിക്ക് കിട്ടേണ്ട ആൻസർ 178 ആയിരുന്നു. പക്ഷെ ഇവിടെ 179 ആണ്. ചെക്ക് ചെയ്യാം, അടുത്ത ആളെയും കൂടെ ചെക്ക് ചെയ്തിട്ട് മതി. 19 ആണ്. 19ന്റെ സ്ക്വയർ നമുക്കറിയാം 361 ആണ്. 361 + 9 = 370. അപ്പൊ ഇവര് മൂന്നുപേരും ഓക്കെ, കറക്റ്റ് ആണ് അല്ലെ? ഇവൻ ഓക്കെ. ഇതിൽ ഡിഫറെന്റ് ആയി നിൽക്കുന്ന ഒരേ ഒരാളുള്ള ഓപ്ഷൻ സി, ദാറ്റ് ഈസ് അവനാണ് നമ്മുടെ ഉത്തരം.
ഇവൻ ഇവിടെ +10 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. +10 ആഡ് ചെയ്തിട്ട് 179 ആണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം +9 സ്ക്വയറിന്റെ ഒപ്പം +9. അപ്പൊ അതാണ് ഇവിടെ ഇവനെ ഓഡ് വൺ ആക്കാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എന്ത് ക്വസ്റ്റ്യൻ ആണ്? കോഡിംഗ് അല്ലേ, നമ്മുടെ നമ്പർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സ് വെച്ച് വരുന്ന കോഡിംഗ് ആണ്. ചിലവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കാം, ലെറ്റേഴ്സിനെക്കാട്ടും നമ്പർ വെച്ച് വരുന്ന കോഡിങ്, മിസ്സിംഗ് നമ്പേഴ്സ്, നമ്പർ അനലോഗി, അതുപോലെ നമ്മുടെ സീരീസ് ചില അത്യാവശ്യം അഡ്വാൻസ്ഡ് ടൈപ്പ് സീരീസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ചിലത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും, കാണുമ്പോൾ ബുദ്ധിമുട്ടാന്ന് തോന്നുള്ളൂ. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം റിലേറ്റ് ചെയ്താൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റൂടാ. നമ്മൾ നോക്കുന്നു സിസ്റ്റം എന്ന് കോഡ് ചെയ്തിരിക്കുന്നത് 49 എന്ന നമ്പറിലോട്ടാണ്. ദെൻ പാറ്റേൺ എന്ന് കോഡ് ചെയ്തിരിക്കുന്നത് 64 എന്ന നമ്പറിലോട്ടും, കോംപ്ലക്സിറ്റി എന്ന് കോഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ, കോംപ്ലക്സിറ്റിയുടെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. കോംപ്ലക്സിറ്റിയുടെ കോഡ് അപ്പോൾ എന്താണ് ചോദ്യം നോക്കിയിട്ട്. ഈ 49ഉം 64 ഒക്കെ നമുക്കൊരു കണ്ടുപരിചയമുള്ള നമ്പറാ അല്ലെ. ദാറ്റ് ഈസ്, ഇനിയിപ്പോ ഓപ്ഷൻസ് നോക്കിക്കോ, 121, 100, 144, 81, ഇവരൊക്കെ എന്ത് നമ്പേഴ്സാ? ഇവരൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലെ. നമുക്ക് കണ്ടുപരിചയമുള്ള ആൾക്കാർ ഇവരൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെന്ന് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് തന്നെ നോക്കുന്നു. ഇവിടെ 7a സ്ക്വയർ വന്നു, ഇവിടെ 8ന്റെ സ്ക്വയർ വന്നു. 7a സ്ക്വയർ എടുക്കാൻ ഇവിടെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇവിടെ നോക്കുന്നു, നമ്പർ ഓഫ് ലെറ്റേഴ്സ് നോക്കുന്നു. 1 2 3 4 5 6 6 ലെറ്റേഴ്സിന് നമ്മൾ കോഡായിട്ട് 6 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നമ്പറിന്റെ സ്ക്വയർ 7a സ്ക്വയർ എടുത്തു. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. 1 2 3 4 5 6 7 ലെറ്റേഴ്സ്, 7 ലെറ്റേഴ്സിന് 7ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 8ന്റെ സ്ക്വയർ ആയിട്ട് ഞാൻ കോഡ് ചെയ്തു. അതായത് ഇവിടെ കോഡിങ് എന്താണ് വരണേ? n ലെറ്റേഴ്സിന് കോഡ് ഇസ് ഈക്വൽ ടു n+1ന്റെ സ്ക്വയർ. ഓക്കെ, എത്ര നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ടോ ആ നമ്പറിന്റെ തൊട്ടടുത്ത നമ്പറിന്റെ സ്ക്വയർ ആയിട്ടാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ കോംപ്ലക്സിറ്റിയിൽ എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കിയടാ, എത്ര ലെറ്റർ ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 ലെറ്റേഴ്സ് ആണുള്ളത്. 10 ലെറ്റേഴ്സ് ആണെങ്കിൽ ഇവനെ 10ന്റെ തൊട്ടടുത്ത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന 11ന്റെ സ്ക്വയർ ആയിട്ട് കോഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 121, അതായത് 121 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, ഇനി സ്ക്വയർ ആവണമെന്നില്ല, ക്യൂബ് ആവാം. ഓക്കെ, സ്ക്വയർ ക്യൂബ് വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നമ്മൾ തട്ടിക്കളിക്കാൻ ചോദിക്കാം. ഇത് ആക്ച്വലി അത്യാവശ്യം അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നല്ല നല്ല ടോപ്പിക്സിന്റെ നല്ല ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചെത്താത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇതും ഒരു കോഡിങ് തന്നെയാണ്. ചിലതൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ, എല്ലാം അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞില്ല. ഇടയിൽ ഒരു കുഞ്ഞു ഇടയ്ക്ക് ഓരോരുത്തർ ഇത്തിരി എളുപ്പം വേണ്ടേ ചെയ്യാൻ, അങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കണേ? ഫ്ലവറിന്റെ കോഡ് UOLGVI എന്നാണ്. ഗാർഡന്റെ കോഡ് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലൂമിങ്ങിന്റെ കോഡാണ് ചോദിച്ചിരിക്കുന്നത്. FUI LOI OLI then WDEVRI, ഇങ്ങനെയാണ് കോഡ് വന്നിരിക്കുന്നത് കേട്ടോ. കോഡ് വന്നിരിക്കുന്നത് ഓക്കെ, ഇവിടെ കോഡിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഞാൻ മാറ്റാൻ വിട്ടുപോയിടാ. TZIWVM എന്നായിരുന്നു, TZIWVM എന്നാണ് കേട്ടോ. അപ്പൊ ഗാർഡന്റെ കോഡ് വരുന്നത് TZIWVM എന്നാണ്. എഫും യുവും തമ്മിലുള്ള ബന്ധം എന്താ? എല്ലും ഓയും തമ്മിലുള്ള ബന്ധം എന്താ? ഓയും എല്ലും തമ്മിലുള്ള ബന്ധം എന്താ? ഓർക്കുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഈ നമ്മൾ ABCD ഇങ്ങനെ എഴുതി LM വരെ ഫസ്റ്റ് റോയിലും NO ഇങ്ങനെ എഴുതി WXYZ വരെ അടുത്ത റോയിൽ എഴുതുമ്പോൾ എയും സെഡും ഓപ്പോസിറ്റ് ലെറ്റർ, ബിയും വൈയും ഓപ്പോസിറ്റ് ലെറ്റർ, സിയും എക്സും ഓപ്പോസിറ്റ് ലെറ്റർ, ഡിയും ഡബ്ല്യൂയും ഓപ്പോസിറ്റ്, എല്ലും ഓയും ഓപ്പോസിറ്റ്, എമ്മിന്റെ ഓപ്പോസിറ്റ് N ആണ്. ഓപ്പോസിറ്റ് ലെറ്റേഴ്സിനെ ഓർക്കുന്നു. അങ്ങനെ എഫിന്റെ ഓപ്പോസിറ്റ് U ആണ്, എല്ലിന്റെ ഓപ്പോസിറ്റ് ഓയും ഓന്റെ ഓപ്പോസിറ്റ് എല്ലും, ഡബ്ല്യുവിന്റെ ഓപ്പോസിറ്റ് D ആണ്, ഇയുടെ ഓപ്പോസിറ്റ് V ആണ്, ആറിന്റെ ഓപ്പോസിറ്റ് I ആണ്. ജിയുടെ ഓപ്പോസിറ്റ് GT വണ്ടി ആലോചിച്ചാൽ മതി, GT ബൈക്ക് ആലോചിക്കുക.
എയുടെ ഓപ്പോസിറ്റ് Z, ആറിന്റെ ഓപ്പോസിറ്റ് IA, then ഡിയുടെ ഓപ്പോസിറ്റ് W, ഇയുടെ ഓപ്പോസിറ്റ് VA, എന്നിന്റെ ഓപ്പോസിറ്റ് M. അപ്പൊ ഇതെല്ലാം ഓപ്പോസിറ്റ് ലെറ്റർ വെച്ചാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് ലെറ്റർ ആണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ കോഡിങ്ങിന്റെ ബേസ് എന്ന് പറയുന്നത്. സോ അത് വെച്ച് ഞാനിവിടെ ആൻസർ ചെയ്യുമ്പോൾ നമുക്കറിയാം ബിയുടെ ഓപ്പോസിറ്റ് YA, എല്ലിന്റെ ഓപ്പോസിറ്റ് ഓയുടെ ഓപ്പോസിറ്റ് 2L, 2 ഓളിലുണ്ട്, എമ്മിന്റെ ഓപ്പോസിറ്റ് N, ഐയുടെ ഓപ്പോസിറ്റ് R, എന്നിന്റെ ഓപ്പോസിറ്റ് ഇത്രയും കണ്ടുപിടിക്കണം എന്നില്ല, YOLLN എന്ന് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തി. അത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A ആണ്. ഇനി ബാക്കി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്നിന്റെ ഓപ്പോസിറ്റ് M, ജിയുടെ ഓപ്പോസിറ്റ് T. ദാറ്റ് ഈസ് ഓപ്ഷൻ A ആണ് ഉത്തരം. ഓപ്പോസിറ്റ് ലെറ്റർ കൂടി എളുപ്പമായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ സീരീസ് വന്നടാ, നമ്മുടെ സീരീസ് വന്നു. ഒന്ന് ആലോചിച്ചോക്കെ, കണ്ടുപിടിച്ചോക്കെ. ഇനി പഠിച്ച സെറ്റ് അല്ലെങ്കിൽ എല്ലാം പഠിച്ച സെറ്റ് ആവണമെന്നില്ല, എല്ലാത്തിന്റെ അത്യാവശ്യം ടോപ്പിക്സ് ബേസിക് അറിയാം, അല്ലെങ്കിൽ കറന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ റിസ്യൂം ചെയ്ത് കണ്ടോ. അപ്പൊ ആൻസർ ഞാൻ എന്തായാലും പറയുന്നുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്ര ടൈം എടുക്കുന്നുണ്ട്, ടൈം ഒരുപാട് കൂടുതലാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അതിനുള്ള ടിപ്സ് നമുക്ക് അടുത്ത വീഡിയോ മുതൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം സീരീസുകൾ തമ്മിൽ ഡിഫറൻസ് എടുത്താണ് കണ്ടുപരിചയം. അതായത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്ത് വരുന്ന സ്ക്വയർ, ക്യൂബ് പോലത്തെ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഡിഫറൻസ് എടുക്കാം. 7 11 ആയി എന്ന് പറയുമ്പോൾ 4 ആഡ് ആയി, ദെൻ 11 20 ആയി എന്ന് പറയുമ്പോൾ ഏകദേശം 9 ആഡ് ആയി, 20 36 ആയി എന്ന് പറയുമ്പോൾ ഏകദേശം 16 ആഡ് ആയി, 36 61 ആയി എന്ന് പറയുമ്പോൾ ഏകദേശം 25 ആഡ് ആയി, ഇവിടെ എന്ന് പറയുമ്പോൾ ഏകദേശം 36 ആഡ് ആയി. ഓക്കേടാ, 4 കൂടി 9 കൂടി 16 കൂടി 25 കൂടി 36 കൂടി. ഇവരൊക്കെ എന്ത് നമ്പേഴ്സാ? ഇവരൊക്കെ പിന്നെയും നമ്മൾ നേരത്തെ കണ്ട ആൾക്കാർ തന്നെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ 2 തൊട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ 6 വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് 7a സ്ക്വയറിന് നമ്മൾ ആഡ് ചെയ്യണം അല്ലെ? അതായത് 7a സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് 49 ആഡ് ചെയ്യണം. 97 പ്ലസ് 49 എന്ന് പറയുമ്പോൾ എത്ര വരും? 7ഉം 3ഉം ഓക്കെ 100 ആവും. ബാക്കി 46 അല്ലെ? ദാറ്റ് ഈസ് 146 ആൻസർ. 146 ഇത്രേ ഉള്ളൂ. അതായത് ഈ 97ന്റെ ഒപ്പം വേണം കേട്ടോ ഈ 49 ആഡ് ചെയ്യാനായിട്ട്. 97ന്റെ ഒപ്പം 49 ആഡ് ചെയ്താൽ നമുക്ക് 146 ആൻസർ കിട്ടും. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതൊന്ന് ചെയ്ത് നോക്കൂ. ഇതും സീരീസ് തന്നെയാണ്. ഒന്ന് ഐഡിയ കിട്ടുമോ ഒന്ന് നോക്കണം. ചെയ്യാൻ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ നോക്കുമ്പോ അതാ 1 കൂടിയേക്കുന്നത്. ഞാനൊരു ക്ലൂ തരാം. ഇവിടെ എന്ന് പറയുമ്പോൾ 2 ഓപ്പറേഷൻസ് അറ്റ് എ ടൈം ചെയ്യുന്നത്. ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പർ ആവാൻ 2 കാര്യങ്ങൾ ചെയ്യണം. ഒരു ഇൻഡുവും ചെയ്യണം, ഒരു പ്ലസും ചെയ്യണം. എങ്കിലേ നമ്മൾ ഇൻഡു പ്ലസ് എങ്കിലേ ആ കറക്റ്റ് ഫോർമാറ്റിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 1 കൂടിയേക്കുന്നത്. ഇവിടെ 13 to 28 എന്ന് പറയുമ്പോൾ 10 5 15 കൂടിയിട്ടുണ്ട് അല്ലെ? 15 കൂടിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ 28 to 87 അല്ലെ? 60 തികച്ചില്ല. 59 കൂടിയേക്കുന്നത് അല്ലെ? 59 ആണ് ഇവിടെ കൂടിയേക്കുന്നത്, പ്ലസ് 59. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് നോക്കാം. 1 കൂടിയത്. 1 കൂടണമെങ്കിൽ ഞാൻ പറയുന്നു ഇൻറ്റു 1 പ്ലസ് 1. 12 ഇൻറ്റു 1 പ്ലസ് 1 അതാണ് 13 അല്ലെ? 12 ഇൻറ്റു 1 12 പ്ലസ് 1 13. ഓക്കെ, ഇനി ഡയറക്റ്റ് പ്ലസ് 1 എടുത്താൽ കുഴപ്പമൊന്നുമില്ല, കിട്ടും. പക്ഷെ മറ്റോടത്ത് അത് അങ്ങനെ കിട്ടില്ല. കാരണം ഇവിടെ 1 കൂടി ഇവിടെ 15 കൂടുന്നത്. അപ്പൊ ആ ഒരു പാറ്റേണിൽ കിട്ടില്ല. ഇങ്ങനെ 2 ഓപ്പറേഷൻസ് അറ്റ് എ ടൈം എടുത്താലേ കിട്ടുള്ളൂ. ഓക്കെ, 13 28 ആവാന്ന് പറയുമ്പോ എന്താടാ? 13ന്റെ ഒപ്പം 13 ഇൻറ്റു 2 എത്രയാ? 26 ആണ്. അതിന്റെ ഒപ്പം 2ഉം കൂടെ കൂട്ടി, അതാണ് 28. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇൻറ്റു 1 പ്ലസ് 1. ഓക്കെ, അടുത്തത് ചെയ്യുന്നത് നമ്മൾ ഇൻറ്റു 2 പ്ലസ് 2. മൂന്നാമത്തെ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 3 പ്ലസ് 3 ചെയ്യണം. അടുത്ത നമ്പർ കിട്ടാൻ ഇൻറ്റു 4 പ്ലസ് 4 ചെയ്യണം. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇൻറ്റു 3 പ്ലസ് 3 ചെയ്തിട്ടാണ് 87 കിട്ടിയത്. കറക്റ്റ് ആണ്. ഇനി 87 എന്ന് പറയുമ്പോൾ 87 302 ആയത് 352 ആയത് ഇൻറ്റു 4 പ്ലസ് 4 ചെയ്തിട്ടാണ്.
നമുക്ക് ഇവനെ ചെയ്യണമെങ്കിൽ ഇവന്റെ ആൻസർ കിട്ടണമെങ്കിൽ ഇൻറ്റു 5 പ്ലസ് 5 എന്നുള്ളത് ചെയ്യണം. ദാറ്റ് ഈസ് 352 ഇൻറ്റു 5 പ്ലസ് 5 വരും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏകദേശം 10 26 6 ബാക്കി 5 2 17 1760 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1765 നമ്മുടെ ആൻസറിൽ എത്തും. ഓപ്ഷന്റെ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് 0 കിട്ടി, 0-നൊപ്പം 5 കൂട്ടി എന്തായാലും ഇവിടെ 5 വരാൻ വേണ്ടി ആദ്യമേ കയറി ടിക്കറിൽ ഇവിടെ 5 എൻഡ് ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് ഏകദേശം 2 ഡിജിറ്റോ 3 ഡിജിറ്റോ കിട്ടിയിട്ട് നോക്കാം, ആൻസർ നോക്കാം. 2 സെക്കൻഡ് ലാഭിക്കാൻ പറ്റെങ്കിൽ ലാഭിക്കാലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ ലെറ്റർ കോമ്പിനേഷൻ ഓഫ് ലെറ്റർ ആണ്, അല്ലെങ്കിൽ ലെറ്റർ സീരീസ് എന്നൊക്കെ പറയാം. ലെറ്ററിന്റെ ഒരു സീരീസ് അങ്ങോട്ട് തന്നേക്കുവാണ്. എന്താണ് ഇത് നമ്മൾക്ക് ഫില്ല് ചെയ്യണം അല്ലെ. ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതിനകത്ത് തന്നെ ക്ലൂ തന്നിട്ടുണ്ടാവും. ഇതിനകത്ത് തന്നെ ക്ലൂ തന്നിട്ടുണ്ടാവും. അപ്പൊ ഫില്ല് ചെയ്ത ഓർഡറിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോ ഇങ്ങനെ തരുന്ന ലെറ്റർ സീരീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ ഒരു സ്പെസിഫിക് ലെറ്റർ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 4 എണ്ണോ 3 എണ്ണോ 5 എണ്ണോ 6 എണ്ണോ 7 8 വരെയൊക്കെ ആവാം. അതിന്റെ ഒക്കെ അത്രയും ലെറ്റർ ഒരു പാറ്റേണിൽ എഴുതിണ്ടാവും. അതിന്റെ അതേ റിപ്പീറ്റേഷൻ ഒരു സെറ്റ്, അതിന്റെ അതേ റിപ്പീറ്റേഷനിൽ അടുത്ത സെറ്റ് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും. സോ നമുക്ക് ആ പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതിനകത്തുള്ളൂ. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അതിനകത്ത് തന്നെ ക്ലൂ ഉണ്ടാവും. അത് നമുക്ക് നോക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് എയുടെ റൈറ്റും ബിയുടെ ലെഫ്റ്റും. എയുടെ റൈറ്റും ബിയുടെ ലെഫ്റ്റും ചോദിക്കുമ്പോൾ ബിയുടെ ലെഫ്റ്റിൽ ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ബിയുടെ ലെഫ്റ്റിൽ എ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ക്ലൂ കൂടെ എയുടെ റൈറ്റിൽ പിന്നെ ഒരു എയും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കുമ്പോ എന്താ, എയുടെയും ബിയുടെയും നടുക്കിൽ എ തന്നെയാ വരുന്നത്. 2 എ ഒരുമിച്ചാണ് വരുന്നത്. എ ബി സി, പിന്നെ ഇവിടെ എന്താ നോക്കിയാ സി കഴിഞ്ഞാൽ ആര്, സി കഴിഞ്ഞാൽ സിയുടെ റൈറ്റിൽ ആരാന്നുള്ള വല്ല ക്ലൂ തന്നിട്ടുണ്ട്. സിയുടെ റൈറ്റിൽ ഒരു ഡി വരും, അപ്പുറത്തൊരു ഡി വരും. അപ്പുറത്തൊരു ഡി ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ സിയുടെ റൈറ്റിൽ ആര് വന്നു, ഡി വന്നു. ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കാണ്. ഇവിടെ നോക്കുമ്പോ എ ബി സി ഡി ഡി, എ ബി സി ഡി ഡി, എ ബി സി ഡി ഡി. അത് ഞാൻ വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ എ ബി സി ഡി ഡി, എ ബി സി ഡി ഡി. ഇതാണ് നമ്മുടെ പാറ്റേൺ വരിക. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും, ഫില്ല് ചെയ്ത ആൾക്കാരെ മാത്രം എടുത്ത് എഴുതി എ ഡി ബി എ സി, എ ഡി ബി എ സി. ഇതാണ് നമ്മുടെ ആൻസർ വരിക. അത് ഏതാണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ, എ ഡി ബി എ സി. ഓക്കെ, അപ്പൊ ലെറ്റർ സീരീസ് ഇങ്ങനെയാണ്. എത്ര സെറ്റ് ഓഫ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ് ഒരു സെറ്റ് ആയിട്ട് ഉണ്ടാവുക എന്ന് ആദ്യം നോക്കുക. അവരെങ്ങനെയാണ് റിലേഷൻ കിടക്കുന്നത്, ആ റിലേഷൻ തന്നെയാണ് അടുത്ത സെറ്റ് ആയിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ സിലോജിസം വന്നിരിക്കുന്നു അല്ലെ. സിലോജിസം വന്നിരിക്കുന്നു. എന്താണ് പറയുന്നത്, ഓൾ സർക്കിൾസ് ആർ സ്ക്വയേഴ്സ്. ഓള് വരുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും, ഉള്ളിലാക്കി വരയ്ക്കുക അല്ലെ. നമ്മൾ വെൻ ഡയഗ്രാം വരച്ചിട്ടാണ് ഇവനെ ആൻസർ ചെയ്യാറ്. എല്ലാ സർക്കിൾസും സ്ക്വയേഴ്സ് ആണ്. ഓക്കെ, എല്ലാ സർക്കിൾസും സ്ക്വയേഴ്സ് ആവട്ടെ. സം സ്ക്വയേഴ്സ് ആർ ട്രയാങ്കിൾസ്. കുറച്ച് സ്ക്വയേഴ്സ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ഇനി നോ ട്രയാങ്കിൾ ഇസ് എ റെക്ടാങ്കിൾ. ഒരു ട്രയാങ്കിളും റെക്ടാങ്കിൾ അല്ല, ബന്ധമില്ല. ഞാൻ അവരെ ബന്ധിപ്പിച്ചിട്ട് ബന്ധമില്ല, വെട്ടിട്ടിട്ട് തന്നെ കാണിച്ചു ബന്ധമില്ല. ടിക്ക് ആറായിട്ടോ അതായത് ട്രയാങ്കിളിന് റെക്ടാങ്കിൾ ആയിട്ടോ ഒരു ബന്ധമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ബന്ധമില്ല എന്ന് ഞാൻ അവിടെ വിട്ടിട്ട് തന്നെ കാണിച്ചു. അങ്ങനെ തന്നെ ചെയ്തു, കാരണം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സിലോജിസത്തിൽ കേട്ടോ. അങ്ങനത്തെ ആ ഒരു നെഗറ്റീവ് ലൈൻ ഇല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഉത്തരങ്ങൾ മാറാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അത് സിലോജിസത്തിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ്ലി ഒന്ന് കണ്ടാൽ മതി, നല്ല സെറ്റായിട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, അത് വെൻ ഡയഗ്രാം ആക്കി വരച്ചു. നമുക്കറിയാം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അത് നോക്കി വരച്ച വെൻ ഡയഗ്രാം ഫുള്ളി ട്രൂ ആണ്, 100% ട്രൂ ആണ്. അവരാണ് ഇവിടുത്തെ സത്യം. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചു പോകണ്ട. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ്, ഫുള്ളി ട്രൂ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ കൺക്ലൂഷൻസ് ആരൊക്കെ ഈ സ്റ്റേറ്റ്മെന്റിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നില്ല, അതാണ് നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സം സർക്കിൾ ബീയിങ് റെക്ടാങ്കിൾ ഈസ് എ പോസിബിലിറ്റിയുടെ കേസാണ്. പോസിബിലിറ്റിയുടെ കേസ് വരുമ്പോൾ 4 കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. 4ഉം ഇതിൽ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ഞാൻ പോസിബിലിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. 2 കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. ഞാൻ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ അത് സെപ്പറേറ്റ്ലി പറയാം. സം സർക്കിൾ ബീയിങ് റെക്ടാങ്കിൾ ഈസ് എ പോസിബിലിറ്റി. കുറച്ച് സർക്കിൾസിന് റെക്ടാങ്കിൾ ആവാൻ പറ്റും എന്നുള്ളതൊരു പോസിബിലിറ്റി ആണോ?
ഒന്ന് ആലോചിച്ച് നോക്കിയാടാ, കുറച്ച് സർക്കിൾസിന് റെക്ടാങ്കിൾ ആവാൻ പറ്റുമോ ഇവിടെ? സോറി, അതായത് സം സർക്കിൾ ബീയിങ് റെക്ടാങ്കിൾ ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് സർക്കിൾസ് റെക്ടാങ്കിൾ ആവുന്നത് ഒരു പോസിബിലിറ്റി ആണ്. നമുക്ക് നോക്കാം, സർക്കിൾസ് റെക്ടാങ്കിൾ ആയിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല അല്ലെ. ഇവിടെ നോക്കുമ്പോൾ സർക്കിൾ റെക്ടാങ്കിൾ തമ്മിലുള്ള ഒരു സെന്റൻസും കാണാൻ, ഒരു സ്റ്റേറ്റ്മെന്റും കാണാനില്ല. ഇനി വെൻ ഡയഗ്രം നോക്കുമ്പോഴും സർക്കിളും റെക്ടാങ്കിളും തമ്മിൽ ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഓക്കെ. ഇനി നമ്മൾ ഇതിനെ സബ്ജക്ട് എന്ന് ഇങ്ങനെ തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കൺക്ലൂഷനിൽ ഫസ്റ്റത്തെ വേർഡിനെ സബ്ജക്ട് എന്നും സെക്കൻഡ് വേർഡിനെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്നും വിളിക്കാറുണ്ട്. സബ്ജക്ട് എന്നും പ്രെഡിക്കേറ്റ് ആണ് അങ്ങനെയാണ് വിളിക്കാറ്. ഓക്കെ, അറിയണ്ടാവും. അപ്പൊ ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ നോട്ട് ചെയ്ത് വെച്ചോ, പോസിബിലിറ്റിയുടെ പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ്. ഇഫ് ദർ ഇസ് നോ ഡയറക്റ്റ് ലിങ്ക് ഓർ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ അവർക്കിടയിൽ വരുന്ന എന്ത് പോസിബിലിറ്റിയും എപ്പോഴും ഫോളോ ചെയ്യും, എപ്പോഴും ട്രൂ ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ്. സിലോജിസത്തില് പോസിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് റയർ ആണ്, പക്ഷെ പോസിബിലിറ്റി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തന്നെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് ഇല്ല, there is no direct link അല്ലെങ്കിൽ there is no direct relationship between the subject and the predicate, then their possibility will always follow. എങ്കിൽ അവരുടെ പോസിബിലിറ്റി എന്ത് പോസിബിലിറ്റി തന്നാലും അത് ഫോളോ ചെയ്യും. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ സിയും ആറും തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് ഇല്ല, സോ അവർക്കിടയിൽ വരുന്ന എന്ത് പോസിബിലിറ്റിയും ഫോളോ ചെയ്യും. ഈ സർക്കിൾസ് റെക്ടാങ്കിൾ ആയിട്ട് ബന്ധം ഉണ്ടാവാം, ഉണ്ടാവാതായിരിക്കാം. ദാറ്റ് ഇസ് എ പോസിബിലിറ്റി. സോ പോസിബിലിറ്റി ഈസ് ട്രൂ. ഓക്കെ, ആ പോസിബിലിറ്റി ട്രൂ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ലെ അടുത്ത കൺക്ലൂഷൻ നോക്കുന്നു. ഓൾ സ്ക്വയേഴ്സ് ക്യാൻ നെവർ ബി റെക്ടാങ്കിൾസ്. എല്ലാ സ്ക്വയേഴ്സിനും റെക്ടാങ്കിൾ ആവാൻ can never be cannot be എന്നായിരിക്കാം മേ ബി. can never be rectangles. ഓക്കെ, cannot be എന്നായാലും ചിലപ്പോൾ cannot എന്ന് വെച്ചിട്ട് വരും, can never be എന്നും അങ്ങനെ ചോദിക്കില്ല. ഓക്കെ, കുഴപ്പമില്ല. എല്ലാ സ്ക്വയേഴ്സിനും ഒരിക്കലും റെക്ടാങ്കിൾ ആവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കിയാടാ, ഇവിടെ ഡയറക്റ്റ് ലിങ്ക് ഇല്ല, അപ്പോഴേ തന്നെ നമ്മൾ പോസിബിലിറ്റി ട്രൂ ആണെന്ന് എടുത്തു. അതൊരു കേസ്. ഓക്കെ, അത് ഫോളോ ചെയ്യുന്നെടുത്തു. പക്ഷെ അതിന് മുന്നേ നോക്കിയാൽ നമ്മൾ ഇവിടെ ഈ കേസിൽ നോക്കുമ്പോൾ സ്ക്വയേഴ്സ് കുറച്ചുപേര് റെക്ടാങ്കിൾ ആയിട്ട് ബന്ധമില്ല, അത് നമുക്കറിയാം. ഓക്കെ, സ്ക്വയേഴ്സ് കുറച്ചുപേര് റെക്ടാങ്കിൾ ആയിട്ട് ബന്ധമില്ല, കാരണം സ്ക്വയേഴ്സ് കുറച്ചുപേര് ട്രയാങ്കിൾസ് ആണ്. ആ ട്രയാങ്കിൾസ് ഒന്നും റെക്ടാങ്കിൾ ആയിട്ട് ബന്ധമില്ലാത്തോളം കാലം ഇത്രയും സ്ക്വയേഴ്സിന് റെക്ടാങ്കിൾ ആയിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. അവർ ബന്ധമില്ല എന്ന് നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ടല്ലോ. സോ ബന്ധപ്പെടാൻ പറ്റില്ല നമുക്കറിയാം. ഇനി ബാക്കിയുള്ള സ്ക്വയേഴ്സ് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ. സോ അവർക്ക് റെക്ടാങ്കിൾ ആയിട്ട് ബന്ധം ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം, ഉണ്ടാവാണ്ടിരിക്കാം. സ്റ്റേറ്റ്മെന്റില് സ്ക്വയറും റെക്ടാങ്കിളും ഒരുമിച്ച് ഡയറക്റ്റ് ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. വെൻ ഡയഗ്രത്തിൽ നോക്കുമ്പോഴും ആ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ വെച്ച് ബാക്കി സ്ക്വയേഴ്സിന്, റെക്ടാങ്കിൾ അല്ല സ്ക്വയേഴ്സിന്റെ പോർഷൻ എന്താണ്? ബാക്കി സ്ക്വയേഴ്സിന്റെ പോർഷൻ ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. സോ ഫ്രീ ആയിട്ടുള്ള സ്ക്വയേഴ്സിന്റെ പോർഷൻ റെക്ടാങ്കിൾ ആയിട്ട് ബന്ധപ്പെടാണ്ടിരിക്കാം. സോ ദാറ്റ്സ് എ പോസിബിലിറ്റി. ഈസ് എ പോസിബിലിറ്റി എന്നോ ക്യാൻ എന്ന് കാണുന്ന, ക്യാൻ കനോട്ട് എന്നൊക്കെ കാണുന്ന വേർഡ് അല്ലെങ്കിൽ ആ ഒരു കൺക്ലൂഷൻസ് ഒക്കെ പോസിബിലിറ്റി കൺക്ലൂഷൻസ് ആണ്. സോ ഇവിടെ എന്താ, അപ്പൊ ഡയറക്റ്റ് ബാക്കിയുള്ള പോർഷൻസ് ഫ്രീ ആയിട്ട് എടുക്കണോണ്ട് തന്നെ ഈ റെക്ടാങ്കിൾ ആയിട്ട് ബന്ധം ഉണ്ടാവാണ്ടിരിക്കാം. ദാറ്റ്സ് എ പോസിബിലിറ്റി. സോ ദിസ് പോസിബിലിറ്റി വിൽ ഓൾസോ ഫോളോ. ഓക്കെ, പോസിബിലിറ്റി ഫോളോ ചെയ്യും. പിന്നെ അത് നമ്മൾ പഠിച്ചിട്ടുള്ള പോസിബിലിറ്റിയുടെ മെയിൻ പോയിന്റ് എന്തായിരുന്നടാ? അതായത് പോസിബിലിറ്റിയുടെ കേസിൽ ഇഫ് ദർ ഇസ് no direct relationship between the subject and the predicate in the conclusion, then their possibility will always true അല്ലെങ്കിൽ always follow. അത്രയും ആലോചിച്ചാൽ മതി. ഇനി അറ്റ്ലീസ്റ്റ് സം ട്രയാങ്കിൾസ് ആർ സർക്കിൾസ്. ആള് പറയുന്നത് കുറച്ച് ട്രയാങ്കിൾസ് എങ്കിലും സർക്കിൾസ് ആണ്. ഇവിടെ ക്യാനോ പോസിബിലിറ്റി എന്നുള്ള വേർഡ് ഇല്ല. സോ ഇറ്റ്സ് നോട്ട് എ പോസിബിലിറ്റി കൺക്ലൂഷൻ. ഇതൊരു പോസിബിലിറ്റി കൺക്ലൂഷൻ അല്ല, ഇതൊരു ഡയറക്റ്റ് കൺക്ലൂഷൻ ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് സം ട്രയാങ്കിൾസ് ആർ സർക്കിൾസ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ട്രയാങ്കിൾസ് സർക്കിൾസ് ആണെന്നാണ് ആവാം. കുറച്ച് ട്രയാങ്കിൾസ് എങ്കിലും സർക്കിൾസ് ആണ് എന്നാണ് പറയുന്നത്. ആണോ? കുറച്ച് ട്രയാങ്കിൾസ് സർക്കിൾസ് ആണോ? അല്ലടാ, കുറച്ച് ട്രയാങ്കിൾസ് സർക്കിൾസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം
സർക്കിളും ട്രയാങ്കിളും നമ്മൾ ഡയറക്റ്റ് ഞാൻ ഒന്നും വരച്ചിട്ടില്ല, ഇവിടെ സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞിട്ടില്ല. അപ്പൊ സാധാ കൺക്ലൂഷനിൽ വരുമ്പോൾ നമ്മൾ പോസിബിലിറ്റിയുടെ കേസ് പറഞ്ഞു, സാധാ കൺക്ലൂഷനിൽ ദർ ഇസ് നോ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ബിറ്റ്വീൻ ദ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്, ദ കൺക്ലൂഷൻ വിൽ നോട്ട് ഫോളോസ്. ഓക്കെ, കൺക്ലൂഷൻ അതായത് കൺക്ലൂഷൻ കംപ്ലീറ്റ്ലി അല്ല, നെഗറ്റീവ് കൺക്ലൂഷൻസ് ആണെങ്കിൽ മേ ബി ഫോളോ ചെയ്യാം, പോസിറ്റീവ് കൺക്ലൂഷൻസ് ഒരിക്കലും ഫോളോ ചെയ്യില്ല. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോ അല്ലെങ്കിൽ നോട്ട് വരുന്ന കൺക്ലൂഷൻസ് അത്രേ ഉള്ളൂ. ബാക്കി പോസിറ്റീവ് കൺക്ലൂഷൻസ് എന്ന് പറയുമ്പോൾ ഈ സർക്കിളും ട്രയാങ്കിളും ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധിപ്പിച്ച് വരയ്ക്കാം, അപ്പൊ അതൊരു പോസിബിലിറ്റിയാ, ബന്ധം ഉണ്ടാവാതിരിക്കാം. ഇവിടെ പോസിബിലിറ്റി ആയിട്ടല്ല പറയുന്നേ, ഇവിടെ കറക്റ്റ് ഒരു ഡയറക്റ്റ് കൺക്ലൂഷൻ ആയിട്ട് കുറച്ച് സർക്കിൾസ് എങ്കിലും ട്രയാങ്കിൾസ് ആണ് നമുക്ക് ഒരു ഉറപ്പുമില്ല, ഇവിടെ തന്നിട്ടുമില്ല. സോ ഇത് നമുക്ക് ഫോളോ ചെയ്യുന്ന ഉറപ്പിച്ച് പറയാൻ പറ്റില്ലടാ. സോ നമുക്ക് എന്താ, ഇവിടെ ഫസ്റ്റ് 2 കൺക്ലൂഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാടാ? ഓൺലി കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണടാ. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരിക്കണോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് സിലോജിസം തന്നെയാണ്, പോസിബിലിറ്റിയുടെ ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പൊ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഓൺലി എ ഫ്യൂ പെൻസ് ആർ പെൻസിൽസ്. അപ്പൊ ഓൺലി എ ഫ്യൂ എന്നുള്ള വേർഡ് കണ്ടു അല്ലെ? എല്ലാവരും കണ്ടുപരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൺലി എ ഫ്യൂ എന്ന് പറഞ്ഞാൽ അത് എന്താടാ? ഓൺലി എ ഫ്യൂ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് മാത്രം എന്ന് പറയുമ്പോൾ കുറച്ചു പേര് മാത്രമേ ബന്ധമുള്ളൂ. അങ്ങനെയെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് കുറച്ചു പേരെ ബന്ധമുള്ളൂ. ഓൺലി എ ഫ്യൂ, ദാറ്റ് ഈസ് കുറച്ചു പേര് ബന്ധം അവിടെ ഇല്ല. സം പ്ലസ് സം നോട്ടിന്റെ ഫിഗർ ഒരുമിച്ച് വരുന്ന ആളാണ് ഓൺലി എ ഫ്യൂ എന്ന് പറയുന്നത്. ഓൺലി ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചു മാത്രം ബന്ധമുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാണ്. അപ്പൊ കുറച്ച് ബന്ധമുണ്ട്, കുറച്ച് ബന്ധമില്ല എന്ന് നമുക്ക് അതിനകത്ത് എടുത്തെടുക്കാം. ഓക്കെ, എടുത്തെഴുതാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മൾ വരയ്ക്കുമ്പോ കുറച്ച് പെൻസിൽസ് മാത്രമേ പെന്ന് മാത്രമേ പെൻസിൽ ആയിട്ടുള്ളൂ എന്നാണ് പറയണേ. ഞാൻ വരയ്ക്കാൻ പോകുന്നു. ഇത് പെന്ന്, കുറച്ച് പെന്നേ പെൻസിൽ ആയിട്ടുള്ളൂ. കുറച്ച് പെൻസിലാണ്, കുറച്ച് പെൻസിലാണ്. അങ്ങനെയെങ്കിൽ കുറച്ച് പെൻസിൽ അല്ല. ഓക്കെ, ഇതാണ് സമ്മിന്റെ ഫിഗർ. ഇങ്ങനെ കോമൺ ആയിട്ട് വരയ്ക്കേണ്ടതാണ് സമ്മിന്റെ ഫിഗർ എങ്കിൽ ഇവിടുന്ന് കുറച്ച് പേരെ എടുത്ത് ബന്ധമില്ല എന്നും കൂടെ കാണിക്കുന്നതാണ് സം നോട്ടിന്റെ ഫിഗർ. ഇങ്ങോട്ട് തിരിച്ചല്ല, പെൻസിൽ ടു പെൻ അല്ല റിലേഷൻഷിപ്പ്, പെൻ ടു പെൻസിൽ വേണം നമ്മുടെ റിലേഷൻഷിപ്പ് നോക്കുന്നത്. അതായത് സബ്ജക്ട് ടു പ്രെഡിക്കേറ്റ് വേണം എപ്പോഴും റിലേഷൻഷിപ്പ് നോക്കാൻ. ഇവിടെ സബ്ജക്ട് പെന്നാണ്, ദെൻ പ്രെഡിക്കേറ്റ് ആണ് പെൻസിൽ. കുറച്ച് പെന്നുകൾ പെൻസിൽസ് ആണ്, കുറച്ച് പെന്നുകൾ പെൻസിൽ അല്ല. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. ഓൺലി എ ഫ്യൂ വരയ്ക്കാൻ പഠിച്ചല്ലോ. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, 2 കാര്യങ്ങൾ. ഓൾ പെൻസിൽസ് ആർ ഇറേസേഴ്സ്. എല്ലാ പെൻസിൽസും ഇറേസേഴ്സ് ആണ്. അപ്പൊ ഞാൻ പെൻസിൽസിന്റെ ചുറ്റും ഒരു തൊട്ട് വരച്ചു. ഇറേസേഴ്സ് ആണ്. ദെൻ നോ ഇറേസർ ഈസ് എ ഷാർപ്പനർ. ഇറേസർ ഒന്നും ഷാർപ്പനർ അല്ല. ഓക്കെ, ഇറേസർ ഒന്നും ഷാർപ്പനർ അല്ല. അപ്പൊ നമ്മൾ എല്ലാം വരച്ചു കഴിഞ്ഞു, സ്റ്റേറ്റ്മെന്റ് പ്രകാരം എല്ലാം വരച്ചു കഴിഞ്ഞടാ. ഇനി പറയുന്ന കാര്യം കൺക്ലൂഷൻ വായിക്കുമ്പോൾ ആൻസർ ചെയ്യുന്നു അല്ലെ? കൺക്ലൂഷൻ നമുക്ക് വായിക്കാം. സം പെൻസ് ആർ ഷാർപ്പനേഴ്സ് എന്നാണ് പറയുന്നത്. കുറച്ച് പെന്നുകൾ ഷാർപ്പനേഴ്സ് ആണ്. ഉറപ്പ്. ആർ നോട്ട് ഷാർപ്പനേഴ്സ്. ഓക്കെ, ആർ നോട്ട് ഷാർപ്പനേഴ്സ്. ആർ നോട്ട് ഉണ്ട്. സോ നെഗറ്റീവ് കൺക്ലൂഷൻ ആണ്. നെഗറ്റീവ് കൺക്ലൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ലൈൻ, ഇങ്ങനത്തെ ലൈനെ നമ്മൾ നെഗറ്റീവ് ലൈൻ എന്നാണ് വിളിക്കുക. അതവിടെ ഉണ്ടായിരിക്കണേ. അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഓക്കെ, അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് പെൻസ് ആർ നോട്ട്, കുറച്ച് പെന്നുകളാണ് ഷാർപ്പനർ അല്ല എന്ന് പറയണേ. പെന്നിന്റെ ഈ നെഗറ്റീവ് ലൈൻ ഭാഗം ഈ ഇറേസേഴ്സിന് കംപ്ലീറ്റ് ആ. ഇറേസേഴ്സിന് കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗവും ഇറേസേഴ്സ് കംപ്ലീറ്റ് ഷാർപ്പനർ അല്ല. അപ്പൊ ഈ പെന്നിന്റെ ഇത്രയും ഭാഗവും ഷാർപ്പനർ അല്ലല്ലോ, അല്ല. ഓക്കെ, ഈ ഇറേസേഴ്സ് എന്നുള്ള ഒരു വട്ടം, ഈ ഒരു സർക്കിള് നമ്മൾ പെന്നായിട്ട് കുറച്ച് ബന്ധമുള്ളതുകൊണ്ട് തന്നെ പെന്നിന്റെ ഇത്രയും പോർഷൻസ്, ആ ഒരു പോർഷന് ഈ നെഗറ്റീവ് ലൈൻ ബാധകമാണ് കേട്ടോ. ആ ഒരു പോർഷന് ഈ നെഗറ്റീവ് ലൈൻ ബാധകമാണ്. സോ കുറച്ച് പെൻസ് ഷാർപ്പനേഴ്സ് അല്ലടാ, അത് കറക്റ്റ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ കുറച്ച് പെൻസ്, സം പെൻസ് ആർ നോട്ട് ഷാർപ്പനേഴ്സ്. ഇനി ഓൾ പെൻസ് ക്യാൻ ബി പെൻസിൽ, ഇതൊരു പോസിബിലിറ്റി ആണ്. എല്ലാ പെന്നിനും പെൻസിൽ ആവാൻ പറ്റും എന്നാണ് പറയുന്നത്. എല്ലാ പെന്നിനും പെൻസിൽ ആവാൻ പറ്റുവാടാ. നമ്മൾ ഓൾറെഡി ഓൺലി എ ഫ്യൂ വെച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് പെന്ന്
പെൻസിലാണ്, കുറച്ച് പെന്ന് പെൻസിലല്ല എന്ന് തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ കിട്ടി. ഓക്കെ, കുറച്ച് പെന്ന് പെൻസിലാണ്, കുറച്ച് പെൻസ് പെൻസിലല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടി. ഓൺലി എ ഫ്യൂ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഉറപ്പാ, അതായത് കുറച്ച് പെൻസ് പെൻസിലല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാ. അപ്പൊ പറയാണ് ക്യാൻ എന്ന് പറയുമ്പോൾ ഒരു പോസിബിലിറ്റി ആണ്. എല്ലാ പെന്നിനും പെൻസിൽ ആവാൻ പറ്റും എന്ന് പറയാണ്. പറ്റില്ല, കാരണം കുറച്ച് പേര് ബന്ധമില്ല എന്ന് നമ്മൾ ഓൾറെഡി നെഗറ്റീവ് ലൈൻ വരച്ച് കാണിച്ചു. അപ്പൊ പോസിബിലിറ്റിയുടെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മളിവിടെ നോട്ട് ചെയ്യാണ്. സബ്ജക്ട് ടു പ്രെഡിക്കേറ്റ് എന്തെങ്കിലും നെഗറ്റീവ് ലൈൻ പോകുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള പോസിബിലിറ്റി ഒരിക്കലും ഫോളോ ചെയ്യില്ല. അതാണ് പോസിബിലിറ്റിയിൽ പഠിക്കാനുള്ള അടുത്തൊരു കാര്യം. സബ്ജക്ട് ടു പ്രെഡിക്കേറ്റ് എന്തെങ്കിലും നെഗറ്റീവ് ലൈൻ, സം നോട്ടിന്റെയോ നോ എന്ന് പറയുന്ന എന്തെങ്കിലും നെഗറ്റീവ് ലൈൻ കടന്നു പോകുന്നുണ്ട് വെൻ ഡയഗ്രത്തിൽ എങ്കിൽ, അല്ലെങ്കിൽ നോ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തമ്മിലുള്ള പോസിബിലിറ്റി ഒരിക്കലും ഫോളോ ചെയ്യില്ല കേട്ടോ. അത് ആലോചിച്ചോ. സോ ഇത് ഒരിക്കലും നടക്കില്ല. എല്ലാ പെന്നിനും പെൻസിലാവാൻ പറ്റില്ല. ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം. സോ ഇവിടെ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ ആര് വന്നു? ബ്ലഡ് റിലേഷൻ വന്നടാ. എ പ്ലസ് ബി, എ മൈനസ് ബി സിമ്പിൾസ് വെച്ചിട്ട് ഓരോ റിലേഷൻഷിപ്പിനെ കാണിക്കുകയാണ്. പ്ലസ് ഫാദർ എന്നും മൈനസ് വൈഫ് എന്നും മൾട്ടിപ്ലിക്കേഷൻ ബ്രദർ എന്നും ഡിവിഷൻ ഡോട്ടർ എന്നുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. പി ഡിവൈഡഡ് ബൈ ക്യൂ. എ ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് എ ഈസ് ദ ഡോട്ടർ ഓഫ് ബി ആണെങ്കിൽ പി ഡിവൈഡഡ് പി ഈസ് ദ ഡോട്ടർ പെൺകുട്ടി. ഞാൻ ഫീമെയിലിനെ മൈനസും മെയിലിനെ പ്ലസും മാരീഡിനെ ഇങ്ങനെ സിബ്ലിങ്സിനെ ഒറ്റ ലൈൻ കൊണ്ടും പാരന്റിനെ ഇവിടെയും ചൈൽഡിനെ ഇവിടെയും വെച്ചിട്ടാണ് ഞാൻ ഫിഗർ വരയ്ക്കാറ്. മാറ്റി വരച്ച് പഠിച്ചവരുണ്ടെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കാറ്. പി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്യൂ പ്ലസ് ആർ എന്ന് പറയുമ്പോൾ ക്യൂ ഇസ് ദ ഫാദർ ഓഫ് ആർ. ക്യൂ അപ്പോ ആറിന്റെ അച്ഛനാണ്. പിയുടെ പാരന്റ് ക്യൂ ആണ്, ആറിന്റെയും പാരന്റ് ക്യൂ ആണെങ്കിൽ ഇവര് സിബ്ലിങ്സ് ആയിരിക്കും. ഇനി ആർ മൈനസ് എസ് എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ഇവിടെ ആർ ഈസ് ദ വൈഫ് ഓഫ് എസ്. അപ്പൊ ഇത് വൈഫ് ആണെങ്കിൽ ഇത് മാരീഡ് ആണെങ്കിൽ ഇത് ഹസ്ബൻഡും ആയിരിക്കും. വൈഫ് എന്നല്ല പറഞ്ഞ, അപ്പൊ എസ് ഹസ്ബൻഡ് ആയിരിക്കും. എസ് ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി, എ ഇസ് ദ ബ്രദർ ഓഫ് ബി. അപ്പൊ എസ് ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ എസ് ഇസ് ദ ബ്രദർ ഓഫ് ടി. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ദെൻ ഹൗ ഇസ് പി റിലേറ്റഡ് ടു ടി എന്നാണ് ചോദ്യം. ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഹൗ ഇസ് ഡാഷ് റിലേറ്റഡ് ടു ഡാഷ് എന്ന് ചോദിച്ചാൽ സെക്കൻഡ് പേഴ്സൺ, സെക്കൻഡ് ലെറ്റർ, സെക്കൻഡ് നെയിമിൽ നിന്ന് ഫസ്റ്റ് നെയിമിലോട്ടുള്ള റിലേഷൻഷിപ്പ് വേണം എപ്പോഴും കണ്ടുപിടിക്കാൻ. പി ടു ടി അല്ല, ടി ടു പി. ടിയുടെ ആരാണ് പി, അതാണ് ചോദ്യം. ഹൗ ഇസ് പി റിലേറ്റഡ് ടു ടി എന്ന് ചോദിച്ചാൽ ടിന്റെ ആരാണ് പി എന്നാണ് ക്വസ്റ്റ്യൻ. സോ അങ്ങനെ തന്നെ ആൻസർ ചെയ്യണം. അപ്പൊ ടിന്റെ ആരാണ് പി എന്ന് ചെക്ക് ചെയ്തേടാ. ടിയുടെ വൈഫാണ് ഇത്. ടിയുടെ ബ്രദർ ആണ് എസ്. ബ്രദറിന്റെ വൈഫ് എന്ന് പറയുമ്പോൾ ടിയുടെ സിസ്റ്റർ ഇൻ ലോയുടെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ടിയുടെ ഏട്ടത്തിയമ്മ ആയിരിക്കാം ബ്രദറിന്റെ വൈഫ്, സിസ്റ്റർ ഇൻ ലോ. ഓക്കെ, ബ്രദറിന്റെ വൈഫ് സിസ്റ്റർ ഇൻ ലോ ആണ്. ആളുടെയും സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം സിസ്റ്റർ ഇൻ ലോ തന്നെയാണ് വരുള്ളൂ കേട്ടോ. സിസ്റ്റർ ഇൻ ലോ തന്നെയാണ് ആൻസർ വരുള്ളൂ. ഓക്കെ, സിസ്റ്റർ ഇൻ ലോ ബേസ്ഡ് ഒക്കെ നമ്മൾ ഇൻലോ, അത് ഏത് സിസ്റ്റർ ബ്രദർ ആണെങ്കിൽ അത് ബ്രദർ ഇൻ ലോ എന്ന് വെച്ച് എഴുതണമായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ബ്ലഡ് റിലേഷൻ ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലെ, ചെയ്യാം. ബ്ലഡ് റിലേഷൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. Pointing to a photograph, Rohit said, "She is the daughter of the only son of my paternal grandfather's wife." ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോ. രോഹിത് പറയാണ് രോഹിത്തിന്റെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദറിന്റെ വൈഫിന്റെ ഒരേ ഒരു മകന്റെ മകളാണ് അവൾ. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദി ഓൺലി സൺ ഓഫ്. ആ പെൺകുട്ടി ഒരേ ഒരു മകന്റെ മകളാണ്. ആ ഒരേ ഒരു മകൻ ആരുടെയാണ്? രോഹിത്തിന്റെ അച്ഛന്റെ വൈഫിന്റെ ഒരേ ഒരു മകൻ. അതാണ് പറയുന്നത് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് വൈഫ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. രോഹിത്തിന്റെ അച്ഛനുണ്ട്, ഫാദർ ഉണ്ട്. രോഹിത്തിന്റെ ഫാദർ ഉണ്ട്. പെറ്റേണൽ മീൻസ് ഫാദർ സൈഡ് റിലേഷൻസ് ആണ്. പെറ്റേണൽ ഫാദർ സൈഡും മെറ്റേണൽ മദർ സൈഡ് റിലേഷൻസും. ഫാദറിന്റെ ഫാദർ അതാണല്ലോ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ആളുടെ വൈഫ് ഉണ്ട്, മാരീഡ് ആണ്, അപ്പൊ വൈഫ് ഉണ്ട്.
ഈ വൈഫിന്റെ ഒരേ ഒരു മകൻ, സ്വന്തം അച്ഛന്റെ അച്ഛൻ, മുത്തശ്ശന്റെ ഭാര്യയുടെ, ദാറ്റ് ഈസ് മുത്തശ്ശിയുടെ, അച്ഛമ്മയുടെ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ, എന്ത് വേണമെങ്കിൽ പറയാം, അവരുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛനല്ലേടാ. അച്ഛൻ സൈഡിലെ റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. സ്വന്തം അച്ഛന്റെ ഒരേ ഒരു മകൻ അല്ലെങ്കിൽ സ്വന്തം അമ്മമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ അത് സ്വന്തം അച്ഛനല്ലേടാ, സ്വന്തം അച്ഛൻ. ഓൺലി സൺ, ആ അച്ഛന്റെ ആ ഓൺലി സണ്ണിന്റെ മകളാണ് ചൂണ്ടിക്കാണിച്ച കുട്ടി. അപ്പൊ ഈ ഫാദറിന്റെ ഡോട്ടർ ആണ് ചൂണ്ടിക്കാണിച്ച കുട്ടി. ഓക്കെ, ക്ലിയർ? ആ ഫാദറിന്റെ ഡോട്ടർ ആണ് ചൂണ്ടിക്കാണിച്ച കുട്ടി എന്നാണ് പറയുന്നത്. നോക്കിയിട്ട് ഇവർ രണ്ടുപേരുടെ അച്ഛൻ ഒന്നാണെങ്കിൽ ഇവർ സിബ്ലിങ്സ് അല്ലേടാ, ഇവർ ചേട്ടൻ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ അനിയത്തി, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പൊ ചോദ്യം, ഹൗ ഇസ് ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ടു രോഹിത്? അതായത് രോഹിത്തിന്റെ ആരാണ് ആ പേഴ്സൺ? രണ്ടാമത്തെ രോഹിത്തിന്റെ നെയ്മാ തന്നിരിക്കണം. അപ്പൊ രണ്ടാമത്തെ ആളുടെ നിന്ന് ഫസ്റ്റ് ആളിലേക്ക് റിലേഷൻഷിപ്പ് നോക്കും. രോഹിത്തിന്റെ സ്വന്തം സിസ്റ്റർ ആണ്. സോ ആൻസർ സിസ്റ്റർ. ആൻസർ സിസ്റ്റർ കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ ഡയറക്ഷൻ ക്വസ്റ്റ്യൻ വന്നു. ഡയറക്ഷൻ എന്താണ് പറഞ്ഞത്? എ പേഴ്സൺ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം എ പോയിന്റ് ടുവേർഡ്സ് ദ ഈസ്റ്റ് ആൻഡ് വാക്സ് 10 meter. ഓക്കെ, നെക്സ്റ്റ് കാണുന്നു 10 meter റൈറ്റ്, ദെൻ ലെഫ്റ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പേഴ്സൺ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആള് 10 meter നടക്കുന്നത്. ഞാൻ 10 meter എത്രയാണ് നടക്കുന്നത്? ഓക്കെ, 10 meter നടന്നു ഈസ്റ്റിലോട്ട്. ഈസ്റ്റ് ഇങ്ങോട്ടാന്ന് അറിയാലോ, അത് ഇനി ആർക്കും തെറ്റില്ലല്ലോ. നമ്മുടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അത് തെറ്റരുത്. ഈസ്റ്റിലോട്ട് നടന്നു. അവിടുന്ന് റൈറ്റ് എടുത്തു. ഈസ്റ്റിന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ സൗത്തിലോട്ട്. എന്നിട്ട് ഒരു 8 meter നടന്നേ. 8 meter നടന്നു. ദെൻ അവിടുന്ന് ലെഫ്റ്റ് എടുത്തു എന്ന് പറയുമ്പോൾ സൗത്തിന്റെ ലെഫ്റ്റ് ഈസ് ഈസ്റ്റ് ആണ്. അവിടുന്ന് ഒരു 6 meter നടന്നു. ഓക്കെ, 6 meter നടന്നു. ദെൻ അവിടുന്ന് പിന്നെയും ലെഫ്റ്റ് എടുത്തു. ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് 16 meter ടു റീച്ച് പോയിന്റ് ബി. ഓക്കെ, അവിടുന്ന് പിന്നെയും ഒരു ലെഫ്റ്റ് എടുത്ത് ഒരു 16 meter നടന്നു. 16 meter നടന്നിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക്. ഇനി ചോദ്യം, എ എന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? നമുക്ക് ഇങ്ങനെ വന്ന വഴി നോക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച് നോക്കണം, അങ്ങനെയല്ല. ഒരു പോയിന്റ് നിന്ന് അടുത്ത പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ ഇറ്റ് ഷുഡ് ബി ദ ഷോർട്ടസ്റ്റ് ആൻഡ് ദ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ്. ഏറ്റവും പെട്ടെന്ന് എത്താൻ പറ്റുന്നതും സ്ട്രെയിറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് വേണം. ഓക്കെ, നമ്മൾ ചൂസ് ചെയ്യാൻ. ഷോർട്ടസ്റ്റും സ്ട്രെയിറ്റും എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഞാൻ സ്ട്രെയിറ്റ് ലൈൻ അല്ലാന്നേ ഉള്ളൂ. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആ ഡിസ്റ്റൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്റ്റൻസസ്, അത് ചെരിഞ്ഞ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ചെരിഞ്ഞ ഡിസ്റ്റൻസ് ഇങ്ങനെ ചോദിച്ചാൽ തന്നെ ഡയറക്ഷനിൽ മനസ്സിലാക്കാൻ നമ്മുടെ മറ്റൊരു തിയറത്തിനെ അങ്ങ് അപ്ലൈ ചെയ്യണം. ആലോചിച്ചോ. ഈ തിയറത്തിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ സ്ലാൻഡ് ഹൈറ്റ്, ചെരിഞ്ഞ ഹൈറ്റുകൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസുകളെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. അതും വെറും ട്രയാങ്കിൾ അല്ല, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, 90 degree ഉള്ള ഒരു ട്രയാങ്കിളിനെ തന്നെ ക്രിയേറ്റ് ചെയ്താലേ ഇങ്ങനത്തെ സൈഡിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ 90 degree ഓപ്പോസിറ്റ്ലി വലിയ സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? ആലോചിച്ചോ. തിയറം വന്നോ? മനസ്സിൽ വന്നോ? എന്ത് തിയറം ഉപയോഗിക്കണടാ? പൈതഗോറസ് തിയറം ഉപയോഗിക്കണം. പൈതഗോറസ് തിയറം എന്ന് പറയുമ്പോൾ എന്ത് വരും? എന്താണ് ഈ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും. ഈ സൈഡിനെ നമ്മൾ ഹൈറ്റ് എന്നോ, ഈ സൈഡിനെ നമ്മൾ ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും. എ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഈ ഒരു വലിയ സൈഡിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താ? എച്ച് എ. ഇതിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആ സ്ലാൻഡേർഡ് ഹൈറ്റ്, ദാറ്റ് ഇസ് എച്ച്. ഹൈപ്പോട്ടന്യൂസിനെ കണ്ടുപിടിക്കണം. എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ പ്ലസ് ബേസിന്റെ സ്ക്വയർ. ഓക്കെ, എനിക്ക് അതിന്റെ മലയാളം പറയാറില്ല കേട്ടോ. അതായത് ലംബം സ്ക്വയർ പ്ലസ് പാദം എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നു. ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലംബൻ സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. അങ്ങനെയാന്ന് വിശ്വസിക്കുന്നു. എനിക്ക് കറക്റ്റ്ലി അറിയില്ല. ഓക്കെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് എന്നാണ് വരുന്നത്. നമുക്ക് അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എച്ചിന്റെ വാല്യൂ എപ്പോഴും ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇന്ന് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എച്ചിനെ കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിച്ചാൽ മതി. ആദ്യം ബിന്റെ വാല്യൂ, എയുടെ വാല്യൂ ബിയുടെ വാല്യൂ, ഇത് മൊത്തത്തിൽ 16 ആണ്. ഇത്രയും 8 ആണ്. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് 8 ആണ്. ഇത് 8 ആണെങ്കിൽ ഇത് 8 അല്ലേ. ഇത് മൊത്തം 16, ഇത് 8 ആണെങ്കിൽ ഈ ബാക്കി ഡിസ്റ്റൻസ് എന്തായിരിക്കും? 8 meter ആയിരിക്കും. അപ്പൊ എയുടെ വാല്യൂ 8 സ്ക്വയർ പ്ലസ്
ഇനി ബിയുടെ വാല്യൂ ബേസ് ഇത് 10 മീറ്ററും ഇത് 6 മീറ്റർ ആണെങ്കിൽ ഇതും 6 മീറ്റർ. 10 + 6 ഇത് ബിയുടെ വാല്യൂ ടോട്ടൽ എത്ര വന്നടാ? 16 മീറ്റർ. 10ഉം 6ഉം 16 മീറ്റർ. അപ്പൊ 8² + 16². 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 64 + 16ന്റെ സ്ക്വയർ 256. നമ്മളത് ആഡ് ചെയ്യുമ്പോൾ 260ഉം 40ഉം 260ഉം 60ഉം 320 വരുമോ? 324 റൂട്ട് 324 ആണോ വരുന്നത്? 256ഉം 4ഉം 260, ബാക്കി 60ഉം കൂടെ 260ഉം 60ഉം ഓക്കെ 320 വരുള്ളൂ. 324 വരില്ല. ഓക്കെ 320 വരുള്ളൂ. 320 റൂട്ട് 320 എന്ന് പറയുമ്പോൾ ഏകദേശം 18ന്റെ അടുക്ക് എന്നുള്ളതാണ്. നമുക്ക് 18 എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യാൻ വരട്ടെ. ഇതിൽ ബാക്കി ഓപ്ഷൻസ് വരുമോ എന്നുള്ളത് നോക്കാം. ഇതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. 6നെ എനിക്ക് പുറത്തെടുക്കാൻ പറ്റും. 8നെ എനിക്ക് പുറത്തെടുക്കണമെങ്കിൽ ഞാൻ നോക്കുന്നു. ഈ 320 എന്ന് പറഞ്ഞാൽ 640ന്റെ പകുതിയാ. 600 അതായത് 64 × 5 ആണെടാ 320. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ചില കേസിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. ശ്രദ്ധിക്കുക, എഴുതേണ്ടി വരും, ചിലപ്പോൾ വരും. 64 × 5 320 ആണ്. എനിക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ആദ്യമേ കിട്ടണം എന്നില്ല, ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്കറിയാം റൂട്ട് 64 എത്രടാ? 8 ആണ്. ബാക്കി 5 റൂട്ടിനകത്ത് തന്നെ എടുക്കും. 8 √ 5 മീറ്റർ എന്ന ആൻസർ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി 8 √ 5. ഓപ്ഷൻ ഡി 8 √ 5. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ അറിയണം എന്നില്ല, ബട്ട് ആലോചിക്കുക. ഓപ്ഷൻസ് കാണുമ്പോൾ ആലോചിക്കുക, അവിടെ സ്പ്ലിറ്റിംഗ് സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ കേസിൽ മാത്രം സ്പ്ലിറ്റ് ചെയ്യുക, അല്ലാത്ത കേസിൽ ഡയറക്റ്റ്ലി ആൻസർ ചെയ്ത്. ചിലപ്പോൾ റൂട്ട് ഡയറക്റ്റ്ലി തരാറുണ്ട്, പക്ഷെ നമ്മൾ CGL ആയതുകൊണ്ട് തന്നെ അത്ര നമുക്ക് എളുപ്പത്തിൽ തരാൻ അവർ അത്ര മനസാക്ഷിയുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ സിറ്റിംഗ് അറേഞ്ച്മെന്റിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ CGL ആയാലും ബാക്കി ഏത് എക്സാം ആയാലും ഏറ്റവും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് 2-3 എണ്ണമൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, നമ്മൾ സർക്കുലർ സിറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. A, B, C, D, E, F and G, H. Okay, G and H are sitting around a circular table. 8 പേരുണ്ടടാ. 8 പേരാണ്. ഞാൻ 8 പേർക്ക് ഏകദേശം സീറ്റ് വരയ്ക്കട്ടെ കേട്ടോ. ഇത് വട്ടമാണെന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. ഓക്കെ, ഇനി വട്ടം ശരിക്കും വരയ്ക്കണമെങ്കിൽ എനിക്ക് ഷേപ്സ് ഒക്കെ ഉണ്ട്, ഞാൻ വരച്ചോളാം. നല്ലൊരു വട്ടം വരച്ചു. ഇനി നമുക്ക് വേണ്ടത് 8 പേർക്ക് സീറ്റ് കൊടുക്കണം. 1, 2, 3. 8 പേരിനെ കറക്റ്റ്ലി ഇരുത്തണ്ടേ? കറക്റ്റ് ഒരു ഡിസ്റ്റൻസിൽ, ഒരു ഡിസിപ്ലിനിൽ നമുക്ക് ഇരുത്താം. 6, 7, 8 പേരെ ഞാൻ ഇരുത്തിയേ. അവർ ഫേസിങ് ടു ദ സെന്റർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏരോ ഹെഡ് ഉള്ളിലേക്ക് ഇട്ടെ. ഇനി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, എപ്പോഴും റൈറ്റും ലെഫ്റ്റും തെറ്റാണ്ട് എഴുതാം. എല്ലാവരുടെയും മാർക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് തെറ്റില്ല. നോക്കുമ്പോൾ നമ്മളാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്, അങ്ങോട്ട് തിരിഞ്ഞെങ്കിൽ നമ്മുടെ റൈറ്റ് ഇത്, നമ്മുടെ ലെഫ്റ്റ് ഇതായിരിക്കില്ലടാ, അല്ലെ? അങ്ങനെ എല്ലാവരുടെ അതേ ഇതിൽ മാർക്ക് ചെയ്യുക. നിങ്ങളാണ് അവിടെ ഇരിക്കുന്നതെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ആലോചിച്ച് നിങ്ങളുടെ റൈറ്റ് ഇതായിരിക്കും, ലെഫ്റ്റ് ഇതായിരിക്കും, റൈറ്റ് ഇതായിരിക്കും, ലെഫ്റ്റ് ഇതായിരിക്കും, അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താൽ പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻ തെറ്റില്ല. അതൊരു ഉപകാരമുണ്ട്. ഓക്കെ, 6 L ലെഫ്റ്റ് റൈറ്റ് ഞാൻ എല്ലാവരുടെയും മാർക്ക് ചെയ്തു. അപ്പൊ അതിനൊരു തെറ്റില്ല കേട്ടോ. ഇനി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് നോക്കാം. ഫസ്റ്റ് കാര്യം പറഞ്ഞാൽ A sits third to the right of B എന്നാ പറഞ്ഞാൽ ഞാൻ ബീനെ ഐശ്വര്യമായിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ബിയുടെ റൈറ്റിലെ മൂന്നാമത്തെ ആളെ A ആണ്. 1, 2, 3 മൂന്നാമത്തെ ആളെ A ആണ് ഇവിടെ ഇട്ട്. ഓക്കെ, C sits second to the left of A. എയുടെ ലെഫ്റ്റിലെ രണ്ടാമത്തെ ആള് C ആണ്. എയുടെ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് കാണാം. റൈറ്റ് ലെഫ്റ്റിന് തെറ്റില്ല, അതാണ് ഇവിടെ ഉപകാരം. 1, 2 ലെഫ്റ്റ്, ഇവിടെ C ഇരിക്കുന്നു. C വന്നു. E sits third to the D is not a neighbor of B. Okay, D ഇവിടെ വരില്ല എന്ന് അതിന്റെ അർത്ഥം. D ഇവിടെ വരില്ല, ബാക്കി അവിടെ വേണമെങ്കിൽ വരാം. ഓക്കെ, വന്നോട്ടെ. ഇനി E sits third to the left of H, who is an immediate neighbor of B. ബിയുടെ ഇമ്മീഡിയറ്റ് നൈബർ ആണ് H. Hന്റെ ലെഫ്റ്റിലെ മൂന്നാമത്തെ ആള് E ആണ്. Hന്റെ ലെഫ്റ്റിലെ മൂന്നാമത്തെ ആള് E ആണ്. ദാറ്റ് ഇസ് 1 ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് 1, 2, 3 ഇവിടെ E വന്നു, ഇവിടെ E വന്നു. F is not an immediate neighbor of, okay, ഇവിടെ B or A എന്നുണ്ട്. D is not an immediate neighbor of B or A എന്നുണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ, എനിക്ക് ഓർമ്മയുണ്ട്.
എഫ് ഇസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എ. എഫും ഡിയും ഇവിടെ വരില്ല, എഫും ഡിയും ഇവിടെ വരില്ല. അപ്പൊ എഫും ഡിയും ഇവിടെ എവിടെയെങ്കിലും വരും. ഇവിടെ ഡി വരാം, എഫ് വരാം, ഇവിടെ ഡി വരാം, എഫ് വരാം. സോ ഇനി ബാക്കിയുള്ളത് ആരുള്ള എഴുതാത്ത? എ എഴുതി, ബി സി ഡി ഇ എഫ് എച്ച് എഴുതി. ഓക്കെ, ജി ആണ് എഴുതാത്തുള്ളൂ. അപ്പൊ ജിനെ ഞാൻ ഇവിടെ ഇട്ടു. ജി ഇവിടെ ഉറപ്പാ, കാരണം എഫ് ഡി ഇതിൽ ഏതെങ്കിലും ഒരാളായിട്ട് വരും. ഇങ്ങനെ എന്താ ഉറപ്പിക്കാത്തതെന്ന് ചോദിക്കാം. നമുക്ക് ആളെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉറപ്പിച്ചാൽ മതി. ആളെ നമുക്ക് ആൻസറിലോട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉറപ്പിച്ചാൽ മതി. വെറുതെ സീറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി എന്നാണ് ചോദ്യം. ജിയുടെ ലെഫ്റ്റിലെ മൂന്നാമത്തെ ആള് നമുക്ക് നോക്കുമ്പോൾ ജിയുടെ ലെഫ്റ്റ് സൈഡ് ഇതാ ഇങ്ങോട്ടാണ്. 1 2 3 മൂന്നാമത്തെ ആള് എച്ച് ആണ്. നമുക്ക് എഫിനും ഡിനും സീറ്റ് കൊടുത്തിട്ട് ഒരു ഉപയോഗം ഇല്ലടാ. അപ്പൊ നമുക്ക് ഇതാ ആൻസർ കിട്ടി, എച്ച് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 7 people P, Q, R, S, T, U and V are sitting in a straight row facing north. നോർത്തിലോട്ട് ഫേസ് ചെയ്തിട്ട് 7 പീപ്പിൾ ഇരിക്കുന്നു. യു സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എസ്. എസിന്റെ റൈറ്റിലെ മൂന്നാമത്തെ ആളായിട്ട് യു ഇരിക്കുന്നു, എസിന്റെ റൈറ്റ് സൈഡ്. അപ്പോ നോർത്തിലോട്ട് ഫേസ് ചെയ്യുമ്പോൾ 7 പേരല്ലേ? 1 2 3 4 5 6 7. ഇവരുടെ റൈറ്റ് എൻഡും ഇത് ഇവരുടെ ലെഫ്റ്റ് എൻഡാ. അപ്പൊ ഈ സൈഡ് റൈറ്റും ഈ സൈഡ് ലെഫ്റ്റും അതിങ്ങനെ തെറ്റിക്കരുത്. ഇനി പറഞ്ഞിട്ടുള്ള കാര്യം എന്തായിരുന്നു? എസിന്റെ റൈറ്റിലെ മൂന്നാമത്തെ ആള്, എസ് എവിടെയാണോ എസിന്റെ റൈറ്റ് സൈഡിലെ മൂന്നാമത്തെ ആളാണ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അറ്റ് വൺ ഓഫ് ദി എക്സ്ട്രീം എൻഡ്. എസ് ഒരു അറ്റത്താണ്, ഇവിടെ അല്ലെങ്കിൽ ഇവിടെയാണ്, രണ്ട് എൻഡിൽ ഏതെങ്കിലും ഒരു എൻഡിലാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് റൈറ്റിലോട്ട് സീറ്റ് ഇല്ല. നമ്മൾ എസ് ഇട്ടാൽ എസിന്റെ റൈറ്റിൽ മൂന്നാമത്തെ ആള് യു ആണല്ലോ. അപ്പൊ ഇവിടെ എസിനെ ഇട്ടാൽ റൈറ്റിലേക്ക് സീറ്റ് ഉണ്ടോ? ഇനി ഇല്ല. അപ്പൊ എസ് ഇവിടെ വരും, എസിന്റെ റൈറ്റിൽ മൂന്നാമത്തെ ആള് യു വന്നു. അപ്പൊ അത് നമ്മൾ ഉറപ്പിച്ചു. ഓൺലി 2 people സിറ്റ് ബിറ്റ്വീൻ യു ആൻഡ് ക്യൂ. യുവിന്റെയും ക്യൂവിന്റെ ഇടയിൽ 2 പേര് ഇരിക്കുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ 2 പേര് വന്നു, ഇവിടെ ക്യൂ ഇനി വരില്ല, എസ് ഓൾറെഡി വന്നുകൊണ്ട്. സോ ഇങ്ങോട്ടായിരിക്കും ക്യൂ ഇവിടെ വരും, ക്യൂവിന്റെയും യുവിന്റെ ഇടയിൽ 2 പേര്. അപ്പൊ അത് ഉറപ്പായി. ഇനി ഇത്രയും കിട്ടുമ്പോൾ തന്നെ ഒന്ന് നോക്കടാ, ക്വസ്റ്റ്യൻ നോക്കി. ഹൂ സിറ്റ്സ് അറ്റ് ദ എക്സ്ട്രീം റൈറ്റ് എൻഡ് ഓഫ് ദ ലൈൻ. ആൻസറിലേക്ക് എത്തിയടാ, നമ്മുടെ ക്യൂ ആണ് ആൻസർ. ക്യൂ. ഇത്രേ ഉള്ളൂ, ടൈം സേവ് ആയി. ഓക്കെ, കംപ്ലീറ്റ് വായിച്ച് കംപ്ലീറ്റ് ആൻസർ എന്നല്ല, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഏത് സീറ്റിനെ കണ്ടുപിടിക്കണം, വേണമെങ്കിൽ അവനെ മാർക്ക് ചെയ്ത് വെച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണമെങ്കിൽ ബാക്കി നോക്കാം. ആർ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. ടി എവിടെയാണോ ടിയുടെ തൊട്ട് ലെഫ്റ്റിൽ ആർ ഇരിക്കും. ഓക്കെ, ഇരുന്നോട്ടെ. പി സെറ്റ് സംവേർ ഇൻ ദ ലെഫ്റ്റ് ഓഫ് വി. വിയുടെ ലെഫ്റ്റിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു പി ഇരിക്കും. അപ്പോ ആറും ടിയും ഇവിടെ വന്നാൽ പിയും വിയും ഇവിടെ വരും. ഇനി ആറും ഡി ഇവിടെ വന്നാൽ പിയും വിയും ഇവിടെ വരും. വന്നോട്ടെ, അവരെവിടെ വെച്ചാൽ വന്നോട്ടെ. പി വി ഇങ്ങനെ വന്നോട്ടെ. ദെൻ ആറ് ടി ഇങ്ങനെ വരണമെങ്കിൽ ഇങ്ങനെയും വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അവരെവിടെ വെച്ചാൽ വന്നോട്ടെ, നമുക്ക് കിട്ടുന്ന ആൻസർ കിട്ടി. അപ്പൊ ഇങ്ങനത്തെ കേസിലാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ്. ഇത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ ആൻസർ കിട്ടിയില്ല എന്നല്ല, ആൻസർ മുന്നേ കിട്ടി. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ വായിച്ചിട്ട് നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നടാ. പിന്നെയും ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ആക്ച്വലി ഓർഡറിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റാങ്കിങ് ഓർഡറിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് വരുന്നത്. 6 ഫ്രണ്ട്സ് പി ക്യു ആർ എസ് ടി ആൻഡ് യു 3 ഡിഫറെന്റ് കമ്പനീസിലാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എയും ബിയും സിയും 3 ഡിഫറെന്റ് കമ്പനീസ്. എയില് 2 പേരുണ്ട്, ബിയിൽ 2 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, സിയിലും 2 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 2 in each എന്ന് പറഞ്ഞാൽ 2 പേര് ഒരു കമ്പനിയിൽ വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഈച്ച് ഡ്രൈവ്സ് എ ഡിഫറെന്റ് കാർ. ഇവർ 6 പേര് ഓടിക്കുന്ന കാറുകൾ ഔഡി ഉണ്ട്, BMW, സിവിക്ക, സ്വിഫ്റ്റ്, താർ, നെക്സൺ, ഇത്രയും കാറുകളുണ്ട്. ഇനി ഈ പോയിന്റ്സ് പ്രകാരം പി ഏത് കാർ ഡ്രൈവ് ചെയ്യുന്നു അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ തന്നെ നിക്സൺ അല്ല എന്തായാലും, പിന്നെ തരാത്ത ഓപ്ഷൻ എന്താ? സ്വിഫ്റ്റ് അല്ല. നിക്സണും സ്വിഫ്റ്റ് അല്ല എന്ന് ഉറപ്പാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള പോയിന്റ്സ് നോക്കാം. പി വർക്ക്സ് ഇൻ ദ കമ്പനി ബി. അപ്പൊ പി ബിയിലാണ്. ഡ്രൈവ്സ് നെയ്തർ സ്വിഫ്റ്റോ ഥാറോ പി ഓടിക്കുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഥാറോ ഓടിക്കില്ല, സ്വിഫ്റ്റ് ഓടിക്കില്ല. സ്വിഫ്റ്റ് ഓപ്ഷനിൽ ഇല്ല, ഥാറോ ഓൾറെഡി ഓപ്ഷനിൽ ഉണ്ടാവുന്നു, അത് ഓടിക്കില്ല എന്നറിയാം. പിയുടെ കാര്യമാണല്ലോ നമുക്ക് ചോദിച്ചിരിക്കണേ. അപ്പൊ പി സ്വിഫ്റ്റ് ഓർ ഥാറോ ഓടിക്കില്ല. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു ഓടിക്കില്ല എന്ന്. ഇൻഡു. ഓക്കെ, ഓടിക്കില്ല മാർക്ക് ചെയ്ത് വെച്ചാലേ നമുക്ക് കാര്യമുള്ളൂ. ഇനി അടുത്തത് ടി വർക്ക്സ് ഇൻ ദ കമ്പനി സി വിത്ത് ഓൺലി യു. ടി കമ്പനി സിയിലാണ്, യുവിന്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, യുവിന്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ.
ഇനി ഇനി പറഞ്ഞിട്ടുള്ളത് എസ് ഡ്രൈവ്സ് BMW ആൻഡ് ഡസ് നോട്ട് വർക്ക് ഇൻ ദി കമ്പനി എ. ഇനി ഇവിടെ സീറ്റ് ഉള്ളത് കമ്പനി എയിൽ എസ് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ എസ് ഓടിക്കുന്നത് BMW ആണ്. ഓക്കെ, എസ് അപ്പോൾ എയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി സീറ്റ് ഇവിടെ ബിയിൽ മാത്രമേ ഉള്ളൂ. BMW ആണ് ഓടിക്കുന്നത്. അപ്പോൾ BMW. ഓക്കെ, BMW ആയില്ല, BMW. ഓക്കെ, ഓടിക്കുന്ന കാർ ഞാൻ ഒപ്പം തന്നെ എഴുതി. ദ വൺ ഹൂ ഡ്രൈവ്സ് ഓടി വർക്ക്സ് ഇൻ ദ കമ്പനി എ. ഇവിടെ ഇനി വർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള രണ്ട് പേരുള്ളൂ, ക്യൂവും ആറും. അതിൽ ഒരാള് ഓടിക്കുന്ന ക്യൂ അല്ല എന്ന് പറയാൻ കാരണം നമുക്ക് അടുത്ത പോയിന്റും കൂടെ വായിച്ചിട്ട് മതി. ഓക്കെ, ഇതിൽ ഒരാള് ഔഡി ആണ് ഓടിക്കുന്നത്. ക്യൂ വർക്ക്സ് ഇൻ ദ കമ്പനി എ നമ്മൾ ഓൾറെഡി എഴുതി. ആൻഡ് ഡ്രൈവ്സ് നെക്സൺ. ഓക്കെ, ആള് നെക്സൺ ഓടിക്കുകയാണെങ്കിൽ ഇയാള് എന്തോടിക്കും നമുക്കറിയാം. നെക്സൺ ഓടിക്കുകയാണെങ്കിൽ ഇയാളായിരിക്കും ആ ഔഡി ഓടിക്കുന്ന ഒരാള്. ഇനി ഇവിടെ സ്വിഫ്റ്റോ കാറോ ഓടിക്കുന്നില്ലെങ്കിൽ ഇവല്ല ആരെങ്കിലും ഒരാള് സ്വിഫ്റ്റ്, ഒരാള് കാറായിരിക്കും. ഇത് മാറിയിട്ടും വരാട്ടോ, മാറിയിട്ടും വരാം. കാരണം നമുക്കിവിടെ പിയുടെ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ എഴുതാത്ത കാറ് നെക്സൺ ഇവിടെ എഴുതി, ഔഡി എഴുതി, BMW എഴുതി, സ്വിഫ്റ്റ് എഴുതി, ഥാർ എഴുതി. ഇതിൽ എഴുതാത്ത ഒരേ ഒരു കാറുള്ളൂ, ദാറ്റ് ഇസ് സിവിക് ആണ്. സോ പി ഓടിക്കുന്ന കാർ നമുക്ക് ക്ലിയർലി ആൻസർ കിട്ടിയടാ ഓപ്ഷൻ സി സിവിക്. ഓപ്ഷൻ സി സിവിക് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇങ്ങനെയാണ് ഓർഡറിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് വരാം. ഇത് ഓരോ ഫ്ലോറിലാണ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ. ഓരോ ഫ്ലോറിൽ ഇന്ന ആൾക്കാര് വർക്ക് ചെയ്യാണ്ടാവാം, ഇപ്പൊ എന്താ കാർ ഓടിക്കണ്ടാവാം, ഇനി കാർ റേസ് ആവാം, എന്തെങ്കിലുമൊക്കെ ആവാം, ഹൈറ്റ് ആവാം, വെയിറ്റ് ആവാം. അതൊക്കെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഓർഡറിങ് ആണ്. ഓക്കെ, അടുത്ത വെൻ ഡയഗ്രത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡയഗ്രത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ചോദിക്കൽ കുറവാണെന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇടയിൽ നിങ്ങൾക്ക് ബോർ അടിക്കാണ്ടിരിക്കാൻ കുറച്ച് എളുപ്പമുള്ളത് വേണ്ടേ, അതിനെ വെച്ച് ഞാൻ കൊടുക്കുന്നതാണ്. That is, which of the following Venn diagrams best represents the relationship between engineers, surgeons, doctors? എഞ്ചിനീയറും സർജനും ഡോക്ടറും എന്തായിരിക്കും വരാം? ഇതെന്തായാലും ആയിരിക്കില്ല. കാരണം ഡോക്ടേഴ്സ്, സർജൻസ്, എഞ്ചിനീയേഴ്സ് എങ്ങനെ വന്നാലും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും തമ്മിൽ വലിയ ബന്ധമില്ല. സർജനും ഡോക്ടറും ബന്ധമുണ്ട് അല്ലെ? സർജനും ഡോക്ടറും ബന്ധമുണ്ട്. മൂന്നും ഇന്റർ റിലേറ്റഡും വരില്ല, ഇതും വരില്ല. പിന്നെ ഒരു ഇതിന്റെ അകത്ത് ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് അല്ലെങ്കിൽ സർജന്റെ അകത്ത് എഞ്ചിനീയറോ ഡോക്ടറോ, ഡോക്ടറിന്റെ അടുത്ത് സർജനോ എഞ്ചിനീയറോ, എഞ്ചിനീയറിന്റെ അടുത്ത് സർജനോ ഡോക്ടറോ വരില്ല. സോ വരാൻ ചാൻസ് ഉള്ള ഒരേ ഒരാൾ ഇതാണ്. ഇതെങ്ങനെയാ വരണേ നോക്കിയേ, ഇതെങ്ങനെയാ ഈ ആൻസറിലോട്ട് വരുന്നേ? എഞ്ചിനീയർ എന്തായാലും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ അവനെ മാറ്റി വരച്ചു, അവര് ബന്ധമില്ല. എഞ്ചിനീയർ ഇവിടെ വന്നു. ഡോക്ടർ, സർജൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, എല്ലാ സർജൻസും ഡോക്ടേഴ്സ് ആണ് അല്ലെ? സർജറി ചെയ്യുന്ന എല്ലാവരും ഡോക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ എല്ലാ ഡോക്ടേഴ്സിനും സർജറി ചെയ്യാനുള്ള ഒരു അനുമതി ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടോ? ഇല്ല. സർജൻ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലി തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് മാത്രമേ സർജൻസ് ആവാൻ പറ്റുള്ളൂ. അല്ലാത്തവരിപ്പോ നമ്മള് ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, ന്യൂറോളജിസ്റ്റ്, അങ്ങനെ പല പല പേരും. അപ്പൊ അതിന്റെ ഒക്കെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് സർജൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എല്ലാ ഡോക്ടേഴ്സും സർജൻസ് അല്ല, പക്ഷെ എല്ലാ സർജൻസും ഡോക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, എല്ലാ സർജൻസും ഡോക്ടേഴ്സ് ആയിരിക്കും, സർജൻസ് കുറച്ച് ഡിഫറെന്റും ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ വരയ്ക്കാം. എല്ലാ ഡോക്ടേഴ്സും സർജൻസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, പക്ഷെ ആ സർജൻസിനെ നമ്മൾ ഡോക്ടർ തന്നെയാണ് വിളിക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. സർജൻസിനെ നമ്മൾ ഡോക്ടർ തന്നെയാണ് വിളിക്കുക. അപ്പൊ ചിലവർ ചോദിക്കും എന്തുകൊണ്ട് ഡോക്ടർ ഇവിടെ വന്ന് ഇവിടെ സർജൻ വന്നില്ല? പക്ഷെ എല്ലാ ഡോക്ടേഴ്സും സർജൻ ആവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത്. അവരെയും നമ്മൾ ഡോക്ടേഴ്സ് തന്നെയാണ് വിളിക്കുക, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരുടെ കൂടുതലും സർജൻ എന്നുള്ള രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യപ്പെടാറ് അല്ലെങ്കിൽ വിളിക്കപ്പെടാറ് എന്ന് ആലോചിച്ചാലും മതി. ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് നമ്മൾക്ക് സ്പീഡ് വേണ്ട, അല്ലെങ്കിൽ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ രണ്ട് സൈൻസും വിച്ച് 2 signs and 2 numbers should be interchanged to make the given equation correct എന്നാണ്. തന്നിരിക്കുന്ന ഇക്വേഷന്റെ രണ്ട് സൈൻസും രണ്ട് നമ്പേഴ്സും ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്പേഴ്സ് ഒരിക്കലും ഇങ്ങോട്ട് എടുക്കണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി. ഇക്വേഷൻ കറക്റ്റ് ചെയ്ത് 12 എനിക്ക് ആൻസർ കിട്ടണമെങ്കിൽ ഏതായിരിക്കും? ഒന്ന് നോക്കണം ഏതായിരിക്കുമെന്ന്. ഏതായിരിക്കും ഒന്ന് പറഞ്ഞേ. ചെയ്ത് നോക്കുകയാണ്. ഞാനിപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കുന്നു. 18 × 6
18ഉം 24ഉം ഇന്റർചേഞ്ച് ആവുന്നുണ്ട് അല്ലെ, ഇന്റർചേഞ്ച് സോറി. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ 24 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 18 പ്ലസ് 4 മൈനസ് 12 എന്നാണ്. 18 24 നമ്മൾ നോക്കുമ്പോൾ 6 പോകുമ്പോൾ 6 4 6 3 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 6 3 2 വട്ടം 4 2 8 8 പ്ലസ് 4 12 12 മൈനസ് 12 0. സോ ഇവനല്ല നമ്മുടെ ആൻസർ. ഇവനല്ല എന്ന് ഉറപ്പിക്കാം. ബാക്കി ആരായിരിക്കും നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരാള്? എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ഇവനായിരിക്കാം ചാൻസ് ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. 18 ഇൻറ്റു 6 അല്ല 6 മാറുന്നുണ്ടല്ലോ അല്ലെ, 6 മാറുന്നുണ്ട്. അല്ലെങ്കിൽ 6 ഇന്റർചേഞ്ച് ചെയ്യാണ്ട് നോക്കുമ്പോൾ ലാസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് നോക്കിയാടാ. ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. മേ ബി ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റോ സെക്കൻഡോ ആവാനേ ചാൻസ് ഉള്ളൂ. ഞാൻ ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. 18 ഇൻറ്റു മാറിയിട്ട് പ്ലസ് 6 ആവും അല്ലെ. 18 പ്ലസ് 6 ഇൻറ്റു 12 12 24 പകരം 12 വരുമല്ലോ, ഡിവൈഡഡ് ബൈ 4 മൈനസ് 24 ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. 4 12 3 വട്ടം 18 പ്ലസ് 6 ഇൻറ്റു 3 18 മൈനസ് 24. 18 പ്ലസ് 18 എന്ന് പറയുന്നത് 36 ആണ്. 36 മൈനസ് 24 എന്ന് പറയുന്നത് ആൻസർ 12 ആണ്. നമുക്ക് കറക്റ്റ് കിട്ടിയതായിട്ട് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ആണ്. അപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ മതി ജസ്റ്റ് ഏതാണ് ആൻസർ വരിക. ഇതിന് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് ഒന്നുമില്ല. ഫ്രാക്ഷൻ വരാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഡിവിഷൻസ് മാറ്റുമ്പോൾ തന്നെ അത് ഫ്രാക്ഷനിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ മിസ്സിംഗ് നമ്പേഴ്സ് എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റോ വൈസോ കോളം വൈസോ റിലേഷൻഷിപ്പ് വരാം. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത് എന്താ, റോ വൈസ് ആയിരിക്കും. ഇവിടെ ഈ 3 പേര് എന്തോ ചെയ്യുമ്പോൾ ആൻസർ 147 ചെയ്യുന്നു. ഈ 3 പേര് എന്തോ ചെയ്യുമ്പോൾ ആൻസർ 168. സോ ഈ 3 പേര് എന്തെങ്കിലും ചെയ്യുമ്പോൾ 1216 കിട്ടുന്നു. സോ ഫൈൻഡ് ദിസ് നമ്പർ അതായിരിക്കും വരുന്നത് അല്ലെ. ഓപ്ഷൻസ് ഇതൊക്കെയാണ് 3 4 5 2. നമുക്ക് നോക്കാം എന്താണ് റിലേഷൻഷിപ്പ് വരുന്നത്. ഇവരെ മൊത്തത്തിൽ ആഡ് ചെയ്യാം, ഇവരെ മൊത്തത്തിൽ സബ്സ്ട്രാക്ട് ചെയ്യാം, ഇവരുടെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യാം, ഇവരെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനൊന്ന് മൾട്ടിപ്പിൾ ചെയ്യാം. ഇതൊക്കെ എന്താ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാം, എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ കുറെ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ 147 വരണമെങ്കിൽ ഇത്ര വലിയൊരു നമ്പർ വരണമെങ്കിൽ അഡീഷൻ കൊണ്ടൊന്നും നടക്കില്ല. ഞാൻ ഒരു കാര്യം ചെയ്ത് നോക്കുന്നു. ഞാൻ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. 7 ഇൻറ്റു 4 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 4 5 20 ആണ്. 20 ഇൻറ്റു 7 ആക്ച്വലി 140 ആണ്. 140 147 ആവണമെങ്കിൽ ഞാൻ ഒരു 7 കൂടെ ആഡ് ചെയ്യണം അല്ലെ. അങ്ങനെയാണ് എനിക്ക് 147 കിട്ടണേ. ഓക്കെ, അതായത് ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു സെക്കൻഡ് എലമെന്റ് ഇൻറ്റു തേർഡ് എലമെന്റ്, റോ 1 റോ 2 റോ 3 ഓരോരുത്തരും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഒരു 7 ആണ് ആഡ് ചെയ്ത്. ഇവിടെ നോക്കുമ്പോൾ 7 ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ ആണ്. ഫസ്റ്റ് നമ്പർ ഓക്കെ, അത് തന്നെയാണോ അതോ എല്ലാത്തിലും 7 ആണോ ആഡ് ചെയ്യണേ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെയും കൂടെ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, 8 ഇൻറ്റു 5 40 40 ഇൻറ്റു 4 ആക്ച്വലി 160 ആണ്. 168 വരണമെങ്കിൽ 160ന്റെ കൂടെ 8 ആഡ് ചെയ്യണോടാ. 168 ആണ് വന്നത്. അപ്പൊ ഇവിടെ 8 ഇവിടുത്തെ എന്താ ഫസ്റ്റ് നമ്പർ ആണ്. സോ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, റോ 1 പ്ലസ് റോ 2 ആള് പ്ലസ് റോ 3 അല്ല പ്ലസ് അല്ല ഇൻറ്റു ആണ്. റോ 1 ഇൻറ്റു റോ 2 ഇൻറ്റു റോ 3 എലമെന്റ് ചെയ്തിട്ട് റോ 1 ആളിന് ഒന്നും കൂടെ കൂട്ടുക. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അതാണ് നമ്മുടെ റോ 4 ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ. ഇതാണ് നമ്മുടെ റോകള്, ഇതാണ് നമ്മുടെ കോളംസ്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരണം, 9 ഇൻറ്റു 6 ഇൻറ്റു എത്രയോ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എത്രയും കൂടെ ഒരു 9ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ വേണം നമുക്ക് 216 കിട്ടാൻ. ഇത് 216 വരാൻ ചാൻസ് ഉണ്ടോ നോക്കാം. അപ്പൊ നമ്മള് ഈ 9 അങ്ങ് കുറച്ച് നോക്കുന്നു. 209 കുറച്ചാൽ 207 വരുന്നത്. ഒരു മിനിറ്റ് ഇടാ. ഇതില് ഒരു കുഞ്ഞു മാറ്റം ഞാൻ വരുത്തിക്കോട്ടെ. ഇവിടെ 216 അല്ല നമ്പർ വരാൻ ചാൻസ് 225 ഇട്ടിട്ട് ചെയ്ത് നോക്കൂടാ. 225 ഇട്ടിട്ട് ചെയ്ത് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ്ലി ആൻസർ കിട്ടും. ഇല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ 225 225 ഒന്ന് ചെയ്ത് നോക്കിയടാ. 225 നമ്മൾ ഈ 9 കുറയ്ക്കുമ്പോൾ 216 കിട്ടണം. ഇനി 9 × 6 × എക്സ് ആണ് ആ വാല്യൂ നോക്കിയത്, അതാണ് 216. 6 216 36 വട്ടം, 9 36 4 വട്ടം. സോ എക്സ് ഇസ് ഈക്വൽ ടു 4 ടൈംസ്. ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കുള്ളൂ, ഒന്ന് ക്ഷമിക്കടാ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ നമുക്ക് 4 ആണ് വരുന്നത്. 9 × 6 × 4 + 9 225 എന്നുള്ള ആൻസറിലേക്ക് വരും കേട്ടോ. 225. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ മിസ്സിംഗ് നമ്പേഴ്സ് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കണേ. ഓക്കെ, അടുത്ത ഡൈസിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്ത് വരും? Two different positions of the same dice are shown whose 6 faces are marked with the numbers from 1 to 6. Okay, നമുക്കറിയാം ഡൈസിൽ 1 തൊട്ട് 6 വരെ ഉള്ളൂന്ന്. Find the number on the face opposite to the face showing 3. 3യുടെ ഓപ്പോസിറ്റ് വരുന്ന നമ്പർ ആര് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കി. എന്ത് വരും? ഇത് ചെയ്യാൻ നമുക്ക് എന്ത് മാർഗമുള്ള ഡൈസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോ ഇനി ഒന്നും ആലോചിക്കണം. അല്ലാണ്ട് ആലോചിച്ചാൽ കിട്ടും, പക്ഷെ ടൈം കൺസ്യൂമിങ് മെത്തേഡ് ആയിരിക്കും നമ്മളിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഒരു ട്രിക്ക് പറഞ്ഞു തരാടാ. ഇങ്ങനെ ഒരേ കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ ഇവിടെ ഉണ്ടോ നോക്കുക. ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. സോ ഞാൻ ഇതിലെ നമ്പേഴ്സിനെ ക്ലോക്ക് വൈസ് ഓർഡറിൽ ഇങ്ങനെ എടുത്ത് എഴുതുന്നു. 4 2 5 ക്ലോക്ക് വൈസ് ഓർഡർ ഓർ ആന്റി ക്ലോക്ക് വൈസ് ഓർഡർ, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ 4 2 5. ഇനി ഇതിനെയും ഞാൻ അതേപോലെ തൊട്ടടിയിൽ എഴുതാണ്. 4 എന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ കോമൺ നമ്പർ ഏതോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എഴുതണേ. ഇപ്പൊ 4 ആണ് കോമൺ നമ്പർ, 4 സ്റ്റാർട്ട് ചെയ്ത് എഴുതണം. 4 2 5 4 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 4 3 1 4 3 1. ഇവിടെ ചെയ്യുമ്പോൾ എന്താടാ, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ 5ന്റെ ഓപ്പോസിറ്റ് 1 ആയിരിക്കും, 2ന്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കും, 4ന്റെ ഓപ്പോസിറ്റ് 4 തന്നെയല്ല. ഇവിടെ എഴുതാത്തൊരു നമ്പർ ഉണ്ട്, അത് ആരാ? അപ്പൊ 4ന്റെ ഓപ്പോസിറ്റ് എഴുതാത്ത നമ്പർ ആയിട്ടുള്ള 6 ആയിരിക്കും. ഓക്കെ, അപ്പൊ 3യുടെ ഓപ്പോസിറ്റ് ആരുടെ അവിടെ വരുന്നത്? ഓപ്ഷൻ സി 2 കേട്ടോ. 5ന്റെ ഓപ്പോസിറ്റ് 1ഉം 4ന്റെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതാത്ത 6ഉം ആയിരിക്കും. ഇത്രയുള്ളടാ. നമുക്ക് കോമൺ നമ്പർ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ സൈഡിലൊക്കെ ആവാം, ഈ പൊസിഷനിലായാലും കുഴപ്പമില്ല. ആ കോമൺ നമ്പറിനെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ക്ലോക്ക് വൈസ് ഓർഡറോ ആന്റി ക്ലോക്ക് വൈസ് ഓർഡറോ ലിസ്റ്റ് ചെയ്യാറുണ്ട്. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കിട്ടുന്ന നമ്പേഴ്സ് ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിരിക്കും. അത് ഈവൻ ഇപ്പൊ ലെറ്റേഴ്സ് ആയാലും സിമ്പിൾസ് ആയാലും അങ്ങനെ തന്നെ. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ക്യൂബ്സ് വന്നാൽ നമുക്ക് 2-3 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടടാ, പെട്ടെന്ന് ചെയ്തു പോവാം. റാങ്കിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇൻ എ റോ 45 സ്റ്റുഡൻസ്, 45 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ആ റോയില് 45 ടോട്ടൽ ഉണ്ട്. അതില് ഞാൻ ആ റോ ഒന്ന് വരയ്ക്കട്ടെടാ. അതില് എ എന്ന് പറയുന്നത് ഇത് ലെഫ്റ്റ് ഹാൻഡ്, ഇത് റൈറ്റ് ഹാൻഡ് ആണെന്ന് ഞാൻ എടുക്കുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, നിങ്ങൾ ഏതാச்சுം എടുത്തോളൂ. ഞാൻ ഇത് ലെഫ്റ്റും ഇത് റൈറ്റും അങ്ങനെ എടുക്കുന്നു. എ ഈസ് 18th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, ഏകദേശം 45 പേരുള്ളതുകൊണ്ട് തന്നെ എയുടെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. എ ഒരു 18ാമത്തെ ആള്, 18th എ ഇവിടെ ഉണ്ട്. ഇനി ബി ഈസ് 22nd ഫ്രം ദ റൈറ്റ് ഹാൻഡ്. ബി എന്ന് പറയുന്നത് ഈ റൈറ്റ് ഹാൻഡിൽ നിന്ന് ഏകദേശം 22ാമത്തെ ആൾ, ഇതാണ് ബി. ഓക്കെ, അപ്പോ ഇത് 18 പേരും ഇത് 22 പേരും. 18ഉം 22 എന്ന് പറഞ്ഞാൽ 18 + 22 എന്ന് പറയുമ്പോൾ ഏകദേശം 40 പേരുടെ ലിസ്റ്റ് ഓൾറെഡി തന്നപ്പോ ഇൻ ബിറ്റ്വീൻ ബാക്കി എത്ര പേരുണ്ട്? 45 40 പോയ ഇൻ ബിറ്റ്വീൻ 5 പേരുണ്ട്. 1 2 3 4 5 5 പേരും കൂടെ ഇവരുടെ ഇടയിലുള്ളത് ഉറപ്പാ. ഇനി ചോദ്യം, ഇഫ് സി സിറ്റ്സ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും കറക്റ്റ് നടുക്കില്, അതായത് എയുടെയും ബിയുടെയും തൊട്ട് നടുക്കില് തന്നെ, അവർക്കിടയിൽ വേറെ ആരും ഇല്ല എന്നല്ല, എക്സാക്ട്ലി മിഡിൽ എന്ന് പറയുമ്പോൾ സിയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസും സിയിൽ നിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. സോ സിയുടെ ഇപ്പുറത്ത് ഒരു കുട്ടി കഴിഞ്ഞിട്ടാണ് ബി എങ്കിൽ സിയുടെ ഇപ്പുറത്ത് ഒരു കുട്ടി കഴിഞ്ഞിട്ട് തന്നെ എ ആയിരിക്കണം. സിയുടെ ഇപ്പുറത്ത് 2 കുട്ടി കഴിഞ്ഞിട്ടാ ബി എങ്കിൽ സിയുടെ ഇപ്പുറത്തും 2 കുട്ടി കഴിഞ്ഞിട്ട് തന്നെ എ ആയിരിക്കണം. സോ അതേ കാര്യം. അപ്പൊ അങ്ങനെ 5 പേരിലെ മിഡിൽ വാല്യൂ, 5ന്റെ മിഡിൽ വാല്യൂ അല്ലെങ്കിൽ മിഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷൻ ആണ് അല്ലെ. അപ്പൊ സി ഇരിക്കുന്നുണ്ടാവും എന്തായാലും ഇവിടെ ആയിരിക്കും. അപ്പൊ ഇങ്ങോട്ട് നോക്കുമ്പോൾ 3ാമത്തെ ആള് ബി, ഇങ്ങോട്ട് നോക്കുമ്പോൾ 3ാമത്തെ ആളെ. അത് കറക്റ്റ് ആണല്ലോ. ഇനി ചോദ്യം, വാട്ട് ഈസ് സീസ് പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് എ ഓൾറെഡി 18ാമത്തെ, അങ്ങനെയെങ്കിൽ സിയുടെ പൊസിഷൻ എ 18 ആണെങ്കിൽ ഈ കുട്ടി 19 ആയിരിക്കും, ഈ കുട്ടി 20 ആയിരിക്കും, ദെൻ
സി എന്ന് പറയുന്നത് ആരായിരിക്കും? 21ാമത്തെ ആളായിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ 21. ഇൻ കേസ് റൈറ്റ് എൻഡ് എന്നാ ചോദിച്ചെങ്കിൽ ഇത് 22, ഇത് 23, ഇത് 24, സി 25ാമത്തെ ആളായിരിക്കും റൈറ്റ് എൻഡിൽ നിന്ന് കേട്ടോ. റൈറ്റ് എൻഡിൽ നിന്ന് 25ഉം ലെഫ്റ്റ് എൻഡിൽ നിന്ന് 21. ഇത്രയേ ഉള്ളൂ. +3 ആഡ് ചെയ്താലും മതി. ഇപ്പൊ 18 + 3 എന്നോ അല്ലെങ്കിൽ 22 + 3 എന്നോ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, റാങ്കിങ് അത്യാവശ്യം എളുപ്പമാണല്ലോ. ഇപ്പോ ഇങ്ങനെ ലോജിക്കലി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ചു വരാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒരു മീനിങ് ഫുൾ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് വേർഡ്സ് ക്രൈം, അറസ്റ്റ്, ജഡ്ജ്മെന്റ്, ഇൻവെസ്റ്റിഗേഷൻ, പണിഷ്മെന്റ്, FIR. ഇതൊക്കെ എന്താ? എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്രൈം ചെയ്താൽ അതിന്റെ ബാക്കി നടക്കുന്ന കാര്യങ്ങൾ. സോ അവനെ ഒരു മീനിങ് ഫുൾ ഓർഡർ, ലോജിക്കൽ ഓർഡറിലോട്ട് മാറ്റാം. എന്തായാലും ആദ്യം ക്രൈം നടക്കണം അല്ലെ? അപ്പൊ എന്തായാലും ഫസ്റ്റ് ക്രൈം ക്രൈം നടന്നു ഫസ്റ്റ് ഒന്ന് തന്നെയാണ് ആദ്യം വരിക. അപ്പൊ എന്തായാലും ഓപ്ഷൻ ഡി അല്ലേ? ഇവിടെ ആദ്യമേ 6 ആണ് നയിക്കുന്നത്. ആദ്യമേ തന്നെ FIR ഇടും. ഇനി ക്രൈം നടന്ന നമ്മൾ എന്തായാലും FIR ഇടണം അല്ലെ? ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അങ്ങനെ എന്തുവാന്ന് തോന്നുന്നു. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് FIR ഇട്ടു. അപ്പൊ ഇതിന്റെ നമ്പർ ആക്ച്വലി ഇത് ഒന്നാമത്തെയും ഇത് 6ാമത്തെ ആണ് കേട്ടോ. FIR 6ാമത്തെ ആണ്. 1, 6 സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ്. അപ്പൊ എന്തായാലും ബി അല്ല, ഇത് 1, 4. ഇനി മൂന്നാമത്തെ FIR ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറസ്റ്റ് ചെയ്യാം അയാളെ അല്ലെ? അറസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ കാര്യമാണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ്ലി അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. എന്താ പരിപാടി എന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അത് 4ാമത്തെ തന്നെയാണ് വരുന്നത്. ദെൻ ജഡ്ജ്മെന്റ്, കോടതിയിൽ ഹാജരാക്കണം, ജഡ്ജ്മെന്റ് നടക്കണം. ജഡ്ജ്മെന്റ് നടന്നിട്ടാണ് അവിടെ നിന്നാണ് എന്ത് ചെയ്യുക? ശിക്ഷ വിധിക്കുക അല്ലെ? സോ ഫൈനലി പണിഷ്മെന്റും നടക്കണം. ദാറ്റ് ഇസ് 5ാമത്തെ ആൾ. അപ്പൊ ഈ ഓർഡർ എന്താ? 1, 6, 2, 4, 3, 5 ഇത്രയും പോകണ്ട. 162 തന്നെ നമുക്ക് ആൻസർ കിട്ടും. കാരണം ഇവിടെ 164 ആണ്. ഓക്കെ, ഇതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പക്ഷെ ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കണ്ട. അപ്പൊ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എയർ പൊല്യൂഷൻ ലെവൽസ് ഇൻ ദ സിറ്റി ഹാവ് crossed the critical threshold due to vehicular emissions and industrial dust. ഓക്കെ, എയർ പൊല്യൂഷൻ കൂടിയിട്ട് സിറ്റിയിലെ എയർ പൊല്യൂഷൻ കൂടിയേക്കാണ്. എന്ത് കാരണമാണ് പറഞ്ഞേക്കുന്നടാ? വെഹിക്കിളിൽ നിന്നുള്ള പുകയും ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ഡസ്റ്റും കാരണം അതങ്ങ് കൂടിയേക്കാണ്. ഇനി കോഴ്സ് ഓഫ് ആക്ഷൻ എന്താണ്? സ്റ്റേറ്റ്മെന്റും കോഴ്സ് ഓഫ് ആക്ഷനും ഇപ്പോഴത്തെ എക്സാംസിനെ സംബന്ധിച്ച് കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ക്വസ്റ്റ്യൻസിൽ സ്റ്റേറ്റ്മെന്റ് തരുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആ സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ ഒന്നും കൂടെ ഈസി ആയിട്ടുള്ള ഒന്നും കൂടെ അപ്രോച്ച് ചെയ്യാണ് നമ്മൾ. അതിനെ ഒന്നും കൂടെ ഈസി ആക്കാൻ അല്ലെങ്കിൽ അതിനൊരു ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ, നടക്കാവുന്ന ഒരു സൊല്യൂഷൻ, മറ്റൊരാൾക്ക് ഹാം ഉണ്ടാക്കാത്ത, മറ്റൊരാൾക്ക് നെഗറ്റീവ് അല്ലാത്ത ഒരു സൊല്യൂഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അതാണ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പൊ കോഴ്സ് ഓഫ് ആക്ഷനിൽ പല രീതിയിലുള്ളത് തരും. നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ കോഴ്സ് ഓഫ് ആക്ഷൻ ആ പ്രോബ്ലത്തിന് ഒന്നും കൂടെ ഈസി ആക്കണം. ഈസി പ്രോബ്ലം അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ കുറയ്ക്കണം, ആ സിറ്റുവേഷൻ ഈസി ആക്കണം, മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയാ, മറ്റൊരാൾക്ക് ഹാം ഇല്ലാത്തൊരു സൊല്യൂഷൻ, മറ്റൊരാളെ നെഗറ്റീവായിട്ട് ബാധിക്കാത്ത, മറ്റൊരാൾക്ക് വിഷമിപ്പിക്കാത്ത ഒരു സൊല്യൂഷൻ ആയിട്ട് ചൂസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ആക്ഷൻ മാത്രം ഫോളോ ചെയ്യുന്നെടുക്കുക, അല്ലാത്ത ആക്ഷൻ ഫോളോ ചെയ്യില്ല എന്ന് തന്നെ എടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് സ്റ്റേറ്റ്മെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ നോക്കാം. നമുക്ക് പറഞ്ഞേക്കുന്നത് സിറ്റി പൊല്യൂഷൻ കൂടി, വെഹിക്കുലർ എമിഷനും ഇൻഡസ്ട്രിയൽ ടെസ്റ്റിംഗ് ആണ്. അപ്പൊ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായ ഗവൺമെന്റ് ഷുഡ് ഇമ്മീഡിയറ്റ്ലി ഇമ്പോസ് എ കംപ്ലീറ്റ് ബാൻ ഓൺ ഓൾ പ്രൈവറ്റ് വെഹിക്കിൾ ഇൻ ദ സിറ്റി. ഗവൺമെന്റ് സിറ്റിയിലെ എല്ലാ പ്രൈവറ്റ് വെഹിക്കിളും ഉടനെ നിർത്തണം. നടക്കണ കാര്യമാണോ പറയണേ? അല്ല, നടക്കില്ല, പെട്ടെന്നൊന്നും നടക്കില്ല. എത്ര പേരെന്ന് വെച്ചാൽ ഇനി എല്ലാവരും ഗവൺമെന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുമോ? അതുമില്ല. ഗവൺമെന്റ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ കൂടെ എല്ലാവർക്കും പറ്റില്ല. അപ്പൊ പ്രൈവറ്റ് വെഹിക്കിൾസ് മാത്രം നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് എന്താ? ഈ പൊല്യൂഷൻ കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യണം. ആദ്യമേ കയറി എല്ലാ വെഹിക്കിൾസും ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കലാപം ഉണ്ടാവും
അല്ലെ? അപ്പൊ ഇതെന്തായാലും പോസിബിൾ അല്ല, ഫീസിബിൾ അല്ല, നല്ലൊരു എളുപ്പമുള്ളൊരു സൊല്യൂഷൻ അല്ല, പെട്ടെന്ന് നടക്കാവുന്നതല്ല. സോ അതെന്തായാലും നല്ലൊരു കോഴ്സ് ഓഫ് ആക്ഷൻ അല്ല. ദെൻ ഗവൺമെന്റ് ഷുഡ് ടെമ്പററിലി halt നോൺ എസെൻഷ്യൽ ഇൻസ്ട്രക്ട് വർക്ക് ആൻഡ് പ്രൊമോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസേജ്. അതൊക്കെ ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ ആ പെട്ടെന്നൊന്നും അത്യാവശ്യമില്ലാത്ത കൺസ്ട്രക്ഷൻ വർക്ക് ഒന്ന് നിർത്തി വെക്കുക. പെട്ടെന്ന് ആവശ്യമില്ലെങ്കിൽ എന്തിനാടോ ഇങ്ങനെ പണി നിർത്തി പൊല്യൂഷൻ ഉണ്ടാക്കുന്നേ, അല്ലെ? ഒന്ന് പണി നിർത്തി വെച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ ആൾക്കാരോട് ഒന്ന് യൂസ് ചെയ്യാനുള്ള ആ ഒരു മെസ്സേജും കൊടുക്കുക. കാരണം പൊല്യൂഷൻ കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ ഡൽഹി പോലെയൊക്കെ തന്നെ, ഡൽഹിയിലൊക്കെ എന്തൊക്കെ പൊല്യൂഷൻ അല്ലേ? അപ്പൊ അതുപോലൊക്കെ ഒന്ന് കുറച്ച് വരാനായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാൻ നമുക്ക് പറയാവുന്നതാണ്, അല്ലെ? അപ്പൊ അങ്ങനെ പറയാവുന്ന മാത്രം. അപ്പൊ അങ്ങനെ പറയുമ്പോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യം ഫീസിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെ? നോൺ എസെൻഷ്യൽ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റോപ്പ് ചെയ്യാനും ടെമ്പററിലി സ്റ്റോപ്പ് ചെയ്യാട്ടോ. പെർമനന്റ്ലി എന്ന് പറഞ്ഞാൽ അപ്പോഴും അത് ഫോളോ ചെയ്യില്ല. ടെമ്പററിലി സ്റ്റോപ്പ് ചെയ്യാനും പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ യൂസ് ചെയ്യൂ എന്നുള്ള മെസ്സേജ് കൊടുത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാനും അത് നല്ലൊരു കോഴ്സ് ഓഫ്, ആർക്കും ദോഷമില്ല എന്നാ എല്ലാവർക്കും ഒരു ഗുണം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇവിടെ ഓൺലി 2 ഫോളോസ്. ഓക്കെ, കോഴ്സ് ഓഫ് ആക്ഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാലോ, അതൊന്നും ആലോചിക്കാം കേട്ടോ. ഇങ്ങനത്തെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അസംഷൻ വരാറുണ്ട്, പിന്നെ ഡാറ്റ സഫിഷ്യൻസി വരാറുണ്ട്, കൺക്ലൂഷൻ വരാറുണ്ട്, കോഴ്സ് ഓഫ് ആക്ഷൻ വരാറുണ്ട്, അത്രയൊക്കെ തന്നെ, എത്രയും കാര്യങ്ങൾ വരാറുണ്ട്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിക്കണം. ഇനി യൂസ് അവർ സോഫ്റ്റ്വെയർ ടു ഇൻക്രീസ് യുവർ കമ്പനീസ് പ്രൊഡക്ടിവിറ്റി ബൈ 40% വിത്തിൻ 3 months. അതായത് ഒരു ടെക് കമ്പനിയുടെ ഒരു ആഡ് വന്നേക്കുവാണ്, ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക, അപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത്, നിങ്ങളുടെ കമ്പനിക്ക് പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ഒരു 40%ഓളം 3 മാസം കൊണ്ട് എന്തായാലും കൂടും. ഓക്കെ, അതാണ് കേട്ടോ ആഡ്. എന്തായാലും ആഡിൽ കുറച്ച് പെരുപ്പിച്ച് പറയും, ഫുള്ളി ഇല്ലെങ്കിലും കുറച്ച് എഫക്റ്റീവ് ഇല്ലാണ്ട് അവർ ആഡ് അങ്ങനെ ഇടൂല, കുറച്ച് എഫക്റ്റ് എങ്കിലും കാണുമല്ലോ. സോ അങ്ങനെ പറയുമ്പോൾ അസംഷൻസ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് എപ്പോഴും 100% ട്രൂ ആയിരിക്കും. അതിപ്പോ ഏത് ഇതിലായാലും സ്റ്റേറ്റ്മെന്റ് 100% ട്രൂ ആയിരിക്കും. അസംഷന്റെ കേസിൽ നമ്മുടെ ഗസ് ആണ്. ഗസ് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ഗസ് ചെയ്യാം. അതെപ്പോഴും ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 100% ട്രൂ. ഓക്കെ, അത് ഫുള്ളി ട്രൂ ആയിരുന്നു, നമുക്കിത് വായിച്ച് ഫുള്ളി ട്രൂ ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഫുള്ളി ട്രൂ ആവണ്ട അസംഷൻസ് കേട്ടോ. ഗസ് അല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞൂടെ, അത് നടക്കാണ്ടിരിക്കാം, ആ ഒരു രീതിയിൽ നമുക്ക് പറഞ്ഞൂടെ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോ അസംഷൻസിന്റെ കേസ് വരുമ്പോൾ കമ്പനീസ് ജനറലി ഡിസയർ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. കമ്പനീസ് ജനറലി ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ കുഞ്ഞു കുഞ്ഞു കമ്പനി ആണെങ്കിൽ പോലും അവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അവർക്കൊരു ഗ്രോത്ത് വരണം. എല്ലാവരും അങ്ങനെയല്ലടാ ചിന്തിക്കുക. സോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു പരസ്യം കാണുമ്പോൾ എന്റെ കമ്പനിയുടെ ഗ്രോത്ത്, എന്റെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി എനിക്ക് കൂട്ടണം, അങ്ങനെയല്ലേ ഏതൊരാളായാലും ചിന്തിക്കുള്ളൂ. അത് ജനറലി എല്ലാവർക്കും ആഗ്രഹം അതാണ്, എല്ലാവരുടെ ഡിസയർ അതാണ്, സ്വന്തം കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അല്ലെ? അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനത്തെ ഒരു ആഡ് ഇട്ടത്, അതുകൊണ്ടായിരിക്കാം, ഗസ് ആണ് അല്ലെ, അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഉള്ള ആഡ് ഇട്ടത്. ഓക്കെ, അത് നല്ലൊരു അസംഷൻ ആണ്, നല്ലൊരു ഗസ് ആണ്. സോ അത് ഫോളോ ചെയ്യും. ഇവിടെ ഫോളോ ചെയ്യുന്ന അസംഷനെ നമ്മൾ ഇംപ്ലിസിറ്റ് എന്ന് വിളിക്കും, ഫോളോ ചെയ്യാത്ത അസംഷനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് എന്നോ അല്ലെങ്കിൽ നോട്ട് ഇംപ്ലിസിറ്റ് എന്നോ വിളിക്കും. എക്സ്പ്ലിസിറ്റ് കാണാൻ ചാൻസ് കുറവാ. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻ അസംഷൻസ്, ആൻഡ് ഫോളോ ചെയ്യാത്ത അസംഷനെ നമ്മൾ നോട്ട് ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം ഗസ് നല്ലൊരു ഗസ് ആണ്. മേ ബി അല്ല, എന്തായാലും എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. നോ അതർ സോഫ്റ്റ്വെയർ ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ബൈ 40%. എല്ലാ കമ്പനി, ഈ തന്നിരിക്കുന്ന ടെക് കമ്പനി ഒഴിച്ച് ബാക്കി ഒരു കമ്പനിയുടെയും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച പ്രൊഡക്ടിവിറ്റി 40% ഉണ്ടാവില്ല. പറയാൻ പറ്റുമോ? ഇതിനെക്കാട്ടും നല്ലൊരു സോഫ്റ്റ്വെയർ പിന്നെ വന്നാലോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു രീതിക്കും അല്ല അവർ എന്തിട്ടേക്കുന്ന ഈ ഒരു ആൻസർ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു രീതിക്കും അല്ല അവർ ആൻസർ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് മെയിൻ ആയിട്ട് ഇത് പോസിബിൾ ആയിട്ട് ഒരു ഗസ് അല്ല. അതായത് വേറൊരു കമ്പനിക്കും അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു കമ്പനിയേക്കാൾ എന്നൊരു കമ്പാരിസൺ ഇവിടെ വന്നിട്ടില്ല. സോ മറ്റൊരു കമ്പനി, നോ അതർ സോഫ്റ്റ്വെയറിനെ പറ്റി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സ്റ്റേറ്റ്മെന്റിൽ മെൻഷൻ ചെയ്യാത്ത കാര്യം കൺക്ലൂഷനിലോ അസംഷനിലോ വന്നാൽ അത് ഒരിക്കലും ഫോളോ ചെയ്യില്ല. ഓക്കെ, മറ്റൊരു കമ്പനിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്നോ ഒന്നും നമുക്ക്
സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ആ ആഡിൽ പറയാത്തതുകൊണ്ട് അതിനെ പറ്റിയുള്ള ഒരു അസംഷനും ഒരിക്കലും ഫോളോ ചെയ്യില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റില്ല. ഇനി അതിലും നല്ലൊരു സോഫ്റ്റ്വെയർ വന്നാൽ അത് മാറും. ഓക്കെ, അത്ര ആലോചിച്ചാലും മതി. ഓക്കെ, സോ ഇത് പറ്റില്ല. അപ്പൊ ഇവിടെ എന്താ, ഓൺലി അസംഷൻ 1 ഇംപ്ലിസിറ്റ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഒന്ന് മാത്രമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അസംഷൻ ആയിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കമ്പാരറ്റീവ്ലി കഴിഞ്ഞ ഇയറൊക്കെ CGL-ന് നന്നായി ചോദിച്ചിട്ടുണ്ട്. അതായത് എഡിക്വിറ്റി വന്ന ഫസ്റ്റ് കൊല്ലത്തെ CGL നല്ല രീതിക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 25 സ്റ്റേറ്റ്മെന്റും ആർഗ്യുമെന്റും ആണ്. ആർഗ്യുമെന്റ്, നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ്, അതാണ്. ഒന്ന് വായിച്ചു നോക്കിയാലോ. ഷുഡ് കോഡിംഗ് ബി മെയ്ഡ് എ മാൻഡറ്ററി സബ്ജക്ട് ഇൻ പ്രൈമറി സ്കൂൾ? പ്രൈമറി സ്കൂളിൽ കോഡിംഗ് ഒരു മാൻഡറ്ററി സബ്ജക്ട് ആക്കണോ? കോഡിംഗ് നമ്മൾ തന്നെ ഇപ്പൊ പഠിക്കാനുള്ളതല്ലേ. SSC അല്ലെങ്കിൽ RRB അല്ലെങ്കിൽ PSC പഠിക്കുന്നവർ, ബാങ്കിങ്, അതൊക്കെ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുമ്പോഴാണ് ഇതാണ് കോഡിംഗ്. അപ്പോഴാണ് നമ്മൾ ഈ റീസണിങ്ങിന്റെ സബ്ജക്റ്റിന്റെ ഉദ്ദേശം എന്താ, നമ്മുടെ ലോജിക്കൽ തിങ്കിങ് അങ്ങോട്ട് കൂട്ടാൻ, അല്ലേ? ജനറൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് കപ്പാസിറ്റി, ലോജിക്കൽ തിങ്കിങ് കപ്പാസിറ്റി കൂട്ടാൻ, കോഗ്നിറ്റീവ് കപ്പാസിറ്റി കൂട്ടാൻ. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടികളാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡ്യൂട്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ റീസണിങ്. അപ്പൊ അങ്ങനത്തെ കോഡിങ് ചെറുപ്പം മുതലേ, കുഞ്ഞു ക്ലാസ് മുതലേ തുടങ്ങണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിനെനിക്ക് വെക്കാവുന്ന ഒരു ആർഗ്യുമെന്റ്സ് ഇത്രയാണ്. ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ലതായിരിക്കണം. ഓക്കെ, ആർഗ്യുമെന്റ് സ്ട്രോങ് ആയിരിക്കണം. ഈ സ്റ്റേറ്റ്മെന്റിന് തിരിച്ച് ചോദിക്കാവുന്ന ഒരു ആർഗ്യുമെന്റ് ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് വരൂടാ, സ്ട്രോങ് ആയിരിക്കണം. ഇത് ഈ സ്റ്റേറ്റ്മെന്റിനെ എനിക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആയിരിക്കണം. ഇത്രേ ഉള്ളൂ. യെസ്, ഇറ്റ്സ് ഹെൽപ്സ് ചിൽഡ്രൻ ഡെവലപ്പ് ലോജിക് തിങ്കിങ് ആൻഡ് പ്രോബ്ലംസ് സോൾവിങ് സ്കിൽസ് അറ്റ് ഏർലി ഏജ്. ശരിയാണ്. നമ്മളിപ്പോ റീസണിങ് പഠിച്ചു തുടങ്ങിയപ്പോ നമ്മൾ പണ്ടത്തെക്കാളും കുറച്ച് ബുദ്ധിമാന്മാരായിട്ടുണ്ട്, അല്ലേ? നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. നമ്മൾ ഏതൊരു കാര്യം ഇപ്പോ ആദ്യം കോച്ചിങ്ങിന് വന്ന അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഒരു ക്ലാസ് കണ്ടു തുടങ്ങിയപ്പോൾ മുതലേ നമുക്ക് എല്ലാത്തിലും എക്സ്പേർട്ട് ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ്. അപ്പൊ ചെറുപ്പം തൊട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ അതിലുള്ള കഴിവ് നോക്കി നല്ല എക്സ്പേർട്ടായി മാറും. അവർ എല്ലാ കാര്യത്തിലും നല്ല സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ലോജിക്കൽ തിങ്കിങ് കപ്പാസിറ്റി അവർക്ക് കൂടും. ശരിയാണ്, അല്ലെ? നമ്മൾ ചിന്തിച്ചു നോക്കി, അത് പഠിച്ച് ചെറുപ്പം മുതൽ ഭയങ്കരമായിട്ട് പഠിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിങ്ങനെ വന്ന അത്യാവശ്യം അവരുടെ ഒരു ജോബിന് കയറേണ്ട ഒരു ഏജ് ഒക്കെ ആകുമ്പോഴത്തേനും അവരുടെ സ്കില്ല് ഗംഭീരമായിരിക്കും. സോ ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ്, അല്ലെ? അത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം അത് മാൻഡേറ്ററി ആണോ അല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത്. ഇനി അടുത്തൊരു ആർഗ്യുമെന്റ് പറയാണ്, നോ, യങ് ചിൽഡ്രൻ വിൽ ബി ഓവർ ബേർഡൻഡ് വിത്ത് അഡീഷണൽ സ്ക്രീൻ ടൈം ആൻഡ് കോഗ്നിറ്റീവ്. ഈ കോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ SSC കോഡിംഗ് ആലോചിക്കല്ലേ കേട്ടോ. ശരിക്കും കോഡിംഗ് കമ്പ്യൂട്ടറിലല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് യങ് ചിൽഡ്രനില് ഒരു പ്രശ്നം കൂടെ, നെഗറ്റീവ്, അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് പറഞ്ഞു. പോസിറ്റീവ് ആർഗ്യുമെന്റും നെഗറ്റീവ് ആർഗ്യുമെന്റും ഒക്കെ ഫോളോ ചെയ്യും അൺടിൽ അത് സ്ട്രോങ് അല്ലാത്ത പക്ഷം. ഓക്കെ, സ്ട്രോങ് ആണെങ്കിൽ അത് എപ്പോഴും ഫോളോ ചെയ്യും. അത് ഈവൻ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആർഗ്യുമെന്റ് ആയാലും. ഓക്കെ, ഇവിടെ നോ, യങ് ചിൽഡ്രൻ വിൽ ബി ഓവർ ബേർഡൻ വിത്ത് അഡീഷണൽ സ്ക്രീൻ ടൈം ആൻഡ് കോഗ്നിറ്റീവ് ബ്രെയിൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോഡ്, കോഗ്നിറ്റീവ് ലോഡ് അവർക്ക് വരും. പിന്നെ ചെറുപ്പം മുതൽ ഇങ്ങനെ സ്ക്രീൻ നോക്കി അവർക്ക് അഡീഷണൽ സ്ക്രീൻ ടൈമും. ഇപ്പൊ തന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ ഫോണൊക്കെ കിട്ടി അവർ ഇപ്പോഴേ എല്ലാം ചെയ്യും. റീൽസ് കാണും, ഷോർട്സ് കാണും, അല്ലെ? അപ്പോ അങ്ങനെ ചെറുപ്പം തൊട്ടേ സ്ക്രീൻ ടൈം കൂടി കണ്ണിലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഓവർ ബേർഡൻഡ് അവർക്കൊരു അധിക ഭാരമായിരിക്കും. അവര് കളിച്ച് വളരേണ്ട പ്രായമാണ് എന്നല്ലേ നമ്മൾ പറയാം. അപ്പൊ ആ സമയത്ത് അഡീഷണൽ സ്ക്രീൻ ടൈം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് ഒരു ശരിയായ ഒരു കാര്യമാണ്. അവർക്ക് സ്ക്രീൻ ടൈം കൂടുതൽ അവരുടെ കണ്ണിന് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം വേണ്ടത്ര ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാണ്ട് കോഡിങ് ഈ സ്ക്രീനിന്റെ മുന്നിൽ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ മേ ബി കണ്ണിനോ ഒക്കെ പ്രശ്നങ്ങൾ വന്നേക്കാം. സോ കോഗ്നിറ്റീവ് ലോഡും എന്തിനെങ്കിലും ഒക്കെ ലെഡ് ചെയ്തായിരിക്കാം. എന്തെങ്കിലും ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റലി ഡൗൺ ആവാനും ലെഡ് ചെയ്യാം. ആദ്യമേ ബുജ്ജികളായിട്ട് ഇങ്ങനെ നമ്മൾ പറയാല്ലേ, സോഡ കുപ്പി വെച്ചിട്ടുള്ള ബുജ്ജി എന്നൊക്കെ പറയും. അതിൽ വെച്ച് എന്നെ ഇങ്ങനെ വിളിക്കില്ല കേട്ടോ, സോഡ കുപ്പി ഒന്നുമില്ല, സിമ്പിൾ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ഇവനും സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രോങ് ആണ് എനിക്ക് തോന്നുന്നല്ല, അത് സ്ട്രോങ് ആണ്. അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള 100% ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടും സ്ട്രോങ് ആണ്. സോ ബോത്ത് 1 and 2 ആർ സ്ട്രോങ്. ബോത്ത് 1 and 2 ആർ സ്ട്രോങ്. ഓക്കെ, ക്ലിയർ അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് തീർക്കാടാ.
പെട്ടെന്ന് തീർക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി പീപ്പിൾസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ? നമ്മുടെ പഠിച്ചിട്ടുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റോ കോഡിങ്ങോ റാങ്കിങ് ഓർഡറിങ്ങോ ഡയറക്ഷനോ സീരീസോ എന്ത് വേണമെങ്കിൽ, സീരീസ് വരാൻ ചാൻസ് പറയാം, എന്ത് വേണമെങ്കിൽ ഉപയോഗിച്ച് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡാറ്റ സഫിഷ്യൻസി. നമ്മൾ അത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിട്ടും അതിൽ നമുക്ക് ആൻസർ ചെയ്യാൻ ആവശ്യമുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ സഫിഷ്യന്റ് ആണോ സഫിഷ്യന്റ് അല്ലേ, അതാണ് ചോദ്യം. ഓക്കെ, എക്സ് ഈസ് 12th ഫ്രം ദ അതാണ് പറയുന്നത്. എക്സ് ഈസ് 12th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സിന്റെയും വൈന്റെയും ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഇൻ എ സ്ട്രെയിറ്റ് റോ ഫേസിംഗ് നോർത്ത്. അപ്പൊ കുറച്ച് പേര് നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത്, എത്ര പേരാന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. ഇവർ റൈറ്റ് എൻഡ് നോർത്തിലോട്ടല്ലേ ഫേസ് ചെയ്തിരിക്കുന്നത്, എത്ര പേരാന്ന് അറിയാത്തോണ്ട് നീട്ടി വരച്ചേട്ടാ. ഇത് ലെഫ്റ്റ് എൻഡ്. എക്സ് ഈസ് 12th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. എക്സ് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 12ാമത്തെ ആളാണ്, അത് എക്സ്, ഞാൻ മാർക്ക് ചെയ്തു. വൈ ഈസ് 15th ഫ്രം ദ റൈറ്റ് എൻഡ്. വൈ ഈസ് 15th ഫ്രം ദ റൈറ്റ് എൻഡ്, അതും ഞാൻ മാർക്ക് ചെയ്തു. ദർ ആർ 30 പീപ്പിൾ സിറ്റിംഗ് ഇൻ ദ റോ. മൊത്തത്തിൽ 30 പീപ്പിൾ ഉണ്ട്. ഇത്രയും അറിഞ്ഞാലും എനിക്ക് ആൻസർ ചെയ്യാം. എനിക്ക് ആൻസർ കിട്ടുമോ നോക്കാം. ഇത് ഇത്രയും 15, ഇത് ഇത്രയും 12, 15ഉം 12ഉം 27. അപ്പൊ ഇവരുടെ ഇടയിൽ ബാക്കി 3 പേരും കൂടി ഉണ്ട്. 27, 30, 27 കുറച്ച ബാക്കി 3 പേരല്ലേ, എനിക്ക് ആൻസർ കിട്ടി. ഇവിടെ ടോട്ടൽ ഉണ്ട്, ടോട്ടൽ ഇത്രയാന്ന് അറിഞ്ഞോണ്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. ടോട്ടൽ മാത്രം അറിഞ്ഞിട്ടും കാര്യമില്ല, എക്സിന്റെയും വൈന്റെയും പൊസിഷൻ അറിഞ്ഞുകൊണ്ടും കൂടി എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത്. സോ ഈ 2 സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് വായിച്ചാലേ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. 1 മാത്രം സഫീഷ്യന്റ് അല്ല, 2 മാത്രം സഫീഷ്യന്റ് അല്ല, 2ഉം കൂടെ വായിച്ചാൽ ആൻസർ കിട്ടില്ല എന്നുമില്ല, 2ഉം വായിച്ചാൽ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട്. സോ സഫിഷ്യൻസി ആൻസർ എന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2 or 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിക്കോട്ടെ, അതിൽ ഏതൊക്കെ വായിക്കുമ്പോഴാണ് അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഇനി എല്ലാം വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് നോട്ട് സഫീഷ്യന്റ് എന്ന് കൊടുക്കാം. ഇനി എല്ലാം വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൾ ആർ സഫീഷ്യന്റ്. ഏതെങ്കിലും ഒന്ന് വായിക്കുമ്പോഴത്തേനും ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എലോൺ സഫീഷ്യന്റ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് എലോൺ സഫീഷ്യന്റ്. ഇവിടെ എനിക്ക് പക്ഷെ 2ഉം വായിച്ചാലേ ആൻസർ കിട്ടുള്ളൂ. സോ ഞാൻ ആൻസർ പറയുന്നു, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ടുഗദർ ആർ നെസസറി. ഓക്കെ, ഇതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, 2 അല്ലേ. നമുക്കിതാ ഇനി കുറച്ച് ക്വസ്റ്റ്യൻ, ഇനി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാ. നമുക്ക് എല്ലാവർക്കും എപ്പോഴും ചോദിച്ചു വരാനുള്ള കുറച്ച് 3 ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടടാ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എംബഡഡ് ഫിഗർ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഫിഗറിൽ ഒരു പോർഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ആരാന്നൊന്ന് കണ്ടുപിടിച്ചേടാം. അതാരാന്നൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. എന്ത് വരും? നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത് ഇങ്ങനെ ഒരു ഫിഗർ എന്തായാലും അവിടെ ഇല്ല. അപ്പൊ ഇതല്ല. ഇത് നോക്കുമ്പോ ഇങ്ങനെ 2 കട്ടിയുള്ളതും ഇല്ല. ഇത് നോക്കുമ്പോ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് നീണ്ടിട്ടുള്ള ആ ലൈനും ഇല്ല. അപ്പൊ ഇവനും അല്ല. അപ്പൊ വരാൻ ചാൻസ് ഉള്ളത് മാത്രമാണ്. ഇനി ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ ഒന്നും കൂടെ സൂം ചെയ്ത് വരച്ച് കാണിച്ചു തരാം. ദാറ്റ് ഈസ് എങ്ങനെ വരൂടാ, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ, ഇതാണ് അവർ തന്നിരിക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, ഈ ഒരു പോർഷൻ തന്നെയാണ്. ഇത് വേണമെങ്കിൽ കംപ്ലീറ്റ് എടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല. ഇവനെ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ അടിയിലത്തെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു ലൈൻ എടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. ഇതല്ലേ ആ ഫിഗർ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഈ ഒരു കുഞ്ഞൻ തടി കുറഞ്ഞിട്ടുള്ള ഈ ലൈനും ഈ ഒരു പെട്ടി. കറക്റ്റ് അല്ലേ? സോ ഇതിൽ എംബഡ് ചെയ്ത് കിടക്കുന്ന ഫിഗർ ഏത് എന്നാണ് ചോദ്യം. ചിലപ്പോ എന്ത് ചെയ്യാന്നറിയോ, ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് എംബഡഡ് ഫിഗർ, ഈ കുഞ്ഞൻ ഫിഗർ തന്നിട്ട് അവന്റെ ഫുൾ ഫിഗർ ആയിരിക്കും ഓപ്ഷൻസ് ചോദിക്കാം. അപ്പൊ തിരിച്ചും മറിച്ചും ചോദിക്കാം കേട്ടോ. ഓക്കെ, വലിയ ഫിഗർ തന്നിട്ട് ഓപ്ഷൻസിൽ കുഞ്ഞു ഫിഗേഴ്സ് എംബഡ് ചെയ്ത് കിടക്കുന്ന ഫിഗേഴ്സ് തരാം. അല്ലെങ്കിൽ കുഞ്ഞൻ ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ട് ആ കുഞ്ഞൻ ഫിഗർ ഒളിഞ്ഞിരിക്കുന്ന ഫിഗർ ഏത് എന്നുള്ള കംപ്ലീറ്റ് ഫിഗേഴ്സ് ഓപ്ഷൻസിൽ തരാം. എങ്ങനെ വരുമ്പോഴും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അടുത്ത മിറർ ഇമേജിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അറിയാം. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവിടെ ആലോചിക്കേണ്ട കാര്യം ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ ആണ് അവന്റെ നടക്കുന്നത്. ദെൻ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യേണ്ടത് റിവേഴ്സ് ഓർഡർ ഓഫ് ലെറ്റേഴ്സ് ആണ്. ലെറ്റേഴ്സ് ഒക്കെ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ്
ഉള്ള റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ ലെഫ്റ്റിലേക്കും തിരിയും, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ റൈറ്റിലേക്കും തിരിയും. ഓർഡർ, ലെറ്ററിന്റെ ഓർഡർ എങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ, അത് അതിന്റെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും ഇമേജിൽ ഉണ്ടാവുക. ഓക്കെ, റിവേഴ്സ് ഓർഡർ ഓഫ് ലെറ്റേഴ്സ്, റിവേഴ്സ് ഓർഡർ ഓഫ് ലെറ്റേഴ്സ് എന്നാണ് വരിക. ഇവിടെ ബിയിൽ സ്റ്റാർട്ട് ചെയ്ത് എഫിൽ അവസാനിക്കുകയാണെങ്കിൽ ആൻസറിൽ എന്തായാലും എഫിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ അവസാനിക്കണം. എഫിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ അവസാനിക്കണടാ. എഫിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ അവസാനിക്കണമെങ്കിൽ ഇതുമല്ല ഇതുമല്ല, ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതുമാണ്. ഇനി ശ്രദ്ധിക്കണം, നമുക്കറിയാം ലെഫ്റ്റ്, ഇപ്പൊ എഫ് ഇങ്ങനെയാണെങ്കിൽ എഫ് തിരിഞ്ഞ് ഇങ്ങനെയാവും അല്ലെ. റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഒരാള് ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് തിരിയും, അത്രയല്ലേ ഉള്ളൂ. ഇനി ബി ഇങ്ങനെയാണെങ്കിൽ ബി തിരിഞ്ഞ് ഇങ്ങനെയാവും അല്ലെ. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ഉള്ളൂ. എഫ് തല തിരിയൊന്നുമില്ല. തല തിരിയുന്നത് വാട്ടർ ഇമേജ്. ഇത് ആക്ച്വലി ഇവന്റെ വാട്ടർ ഇമേജിന്റെ ബേസ്ഡ് ആണ്. തല തിരിയുന്നത് വാട്ടർ ഇമേജിലാട്ടോ. വാട്ടർ ഇമേജിൽ എന്ന് പറയുമ്പോൾ സെയിം ഓർഡർ ഓഫ് ലെറ്ററും ദെൻ ടോപ്പ് ബോട്ടം ഇൻവേർഷൻ ആണ്. മുകളിലേക്കുള്ളത് നേരെ അടിയിലേക്കാവും. ടോപ്പ് ബോട്ടം ഇൻവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇവിടെ ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഇതാ നമ്മുടെ പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ് ഉണ്ട്. ഒരു പേപ്പർ ഇതാ ഇങ്ങനെ മടക്കി, ദെൻ അവന് പിന്നെയും ഫോൾഡ് ചെയ്ത് കുഞ്ഞൻ പീസാക്കി. ആദ്യം ഇത് മാത്രമാക്കി, പിന്നെ ഇതാ ഇത്രയും പീസാക്കി, ഇത്രയും പോകുന്നൊരു പീസാക്കി, എന്നിട്ട് ഇത്രയും കട്ടിങ്സ്. ഇതൊരു ഹെക്സഗൺ ഷേപ്പ്, ഇവിടെ ഒരു റെക്ടാങ്കിൾ, ഇവിടെ ഒരു കുഞ്ഞ റെക്ടാങ്കിൾ, ഇതും ഒരു സ്ക്വയർ ഓർ ഹെക്സഗൺ ഷേപ്പിലേക്കാണ് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഇങ്ങോട്ട് നിവർത്തുമ്പോൾ ഈ ഘട്ടം ഇങ്ങോട്ട് വരും, ഈ വലിയ ഘട്ടം ഇങ്ങോട്ട് വരും, ഈ കുഞ്ഞ ഘട്ടം ഇങ്ങോട്ടും വരും. ഇത് ഇങ്ങോട്ട് നിവർത്തുമ്പോൾ ഈ കുഞ്ഞ ഘട്ടം ഇങ്ങോട്ട് വരും, ഈ കുഞ്ഞ ഘട്ടം ഇങ്ങോട്ട് വരും, ഈ വലിയ ഘട്ടം ഇങ്ങോട്ട് ഉണ്ടാവും, ഈ വലിയ ഘട്ടം ഇങ്ങോട്ട് ഉണ്ടാവും. ഇത്രയും കാര്യം ഉറപ്പാണ്. ഇതെല്ലാത്തിലും ഒരുപോലെയാ. ഇനി ഇവിടെ ഒരു സർക്കിൾ, ഈ സർക്കിൾ നിവർത്തുമ്പോൾ ഇവിടെയും ഒരു സർക്കിൾ ഉണ്ടാവണ്ടേ. ഇനി ഹെക്സഗൺസ് ആണ്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡിൽ, അത് ഇവിടെയും വരണ്ടേ. അപ്പൊ ഇങ്ങനെ എന്തായാലും വരില്ല, ഇതിൽ ഹെക്സഗൺ ഇല്ല. ഇതെല്ലാം സർക്കിൾസാ, ഇവനും അല്ല. ഇതും എല്ലാം കൂടി നിൽക്കുന്ന സർക്കിൾസാ, ഇവനും അല്ല. അപ്പൊ വരാവുന്ന ഓപ്ഷൻ ഇതേ ഉള്ളൂ. കണ്ടോ, ഇതിൽ ഹെക്സഗൺ കണ്ടോ, 4 ഹെക്സഗണും നടുക്കില് 4 സർക്കിൾസും. കുഞ്ഞു ഫിഗറാ. അപ്പൊ ഇങ്ങനത്തെ ഫിഗർ ക്വസ്റ്റ്യൻസ്, നോൺ വെർബൽ റീസണിങ് ഫിഗർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് നന്നായി ഫിഗറിനെ ഒബ്സർവ് ചെയ്തിട്ട് തന്നെ ആൻസർ ചെയ്യണം. കുഞ്ഞു മൈന്യൂട്ട് ഒരു കുത്തു കോമ അല്ലെങ്കിൽ കുഞ്ഞു കട്ടിങ് ഒക്കെ മതിയുടെ തെറ്റാ. ഇത് പേപ്പർ മടക്കി കട്ട് ചെയ്തിട്ട് അതിന്റെ ഫിഗർ ആണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ചിലപ്പോ കട്ട് ചെയ്ത ഫിഗർ തന്നിട്ട് ഇത് എങ്ങനെ മടക്കാമെന്നും ഓപ്ഷനിൽ ചോദിക്കാട്ടോ. അങ്ങനെയും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ, തല തിരിച്ചും ചോദിക്കാം. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാടാ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് ഇൻ ദ ഗിവൺ ഫിഗർ. തന്നിരിക്കുന്ന ഫിഗറിൽ കൗണ്ടിങ് ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാം. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് രണ്ടും എണ്ണണേ. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് കാണുമ്പോ എന്താ കുറവ് തോന്നണേ? സ്ക്വയർ ആണ് കുറവ് തോന്നണം. അപ്പൊ ഞാൻ അതിനെ എണ്ണുന്നു. സ്ക്വയേഴ്സിനെ എണ്ണുമ്പോ ദാ ഇതൊരു സ്ക്വയർ, 1 2 3 4. ഇതൊരു സ്ക്വയർ അല്ലേ, ഇത് 5, ഇത് മൊത്തത്തിൽ 5. പിന്നെ ഈ വലിയൊരു സ്ക്വയർ 6, പിന്നെ ഈ മുകളിൽ കിടക്കുന്ന സ്ക്വയർ 7 സ്ക്വയർ ഉള്ളൂ. ഇതിനപ്പുറം എണ്ണിയാലും കിട്ടില്ലടാ. 7 സ്ക്വയർ 7 ഉള്ളൂ. അപ്പൊ ഞാനത് മാറ്റുന്നു. സ്ക്വയർ 7 കിട്ടി കേട്ടോ. സ്ക്വയർ 7 കിട്ടി. അപ്പൊ സ്ക്വയർ 7 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതുമല്ല. ഇനി ട്രയാങ്കിൾ 21 22, അത് എണ്ണാൻ കുറച്ച് പണിയുണ്ട്. ഞാൻ എണ്ണുന്നു. ഈ ഒരു ട്രയാങ്കിൾ ഞാൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇതൊക്കെ, ഇത് 1 ഇങ്ങനെ വരുന്ന ട്രയാങ്കിളിനെ ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി ഉണ്ടടാ. 1 2 3 4 പാർട്ടീഷൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ 4 × 2, ഇവിടെ ടോട്ടൽ 8 ട്രയാങ്കിൾസ് ഉണ്ടാവും. × 2 ചെയ്താൽ മതി. ഇവിടെ 6 പാർട്ടീഷൻസ് ആണ്. 6 × 2 12 ആയിരിക്കും. ഇതിനകത്ത് 8 പാർട്ടീഷൻസ് ആണെങ്കിൽ 8 × 2 16 ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് മാത്രം 8 ട്രയാങ്കിൾ ഉണ്ട്. അത് കിട്ടി. ഞാൻ ഈ വലിയ ട്രയാങ്കിളിന് ഒന്നും കൂടെ എടുക്കണ്ടേ. വലിയ ട്രയാങ്കിളിന് സ്ക്വയറുകളെ മാറ്റി നിർത്തി അവന്റെ അകത്ത് വരുന്ന എല്ലാ ലൈൻസും ഞാൻ വരയ്ക്കുന്നത്. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇങ്ങനെ ഒരു ലൈൻ കടന്നു പോകുന്നുണ്ട്, ദെൻ ഇങ്ങനെ ഒരു ലൈനും അല്ലെ, ഇങ്ങനെ ഒരു ലൈനും കടന്നു പോകുന്നുണ്ട്. ആ ലാസ്റ്റ് വരച്ച 2 ലൈൻ അവിടെ മാറ്റി നിർത്താം. അതെന്തായാലും 2 ട്രയാങ്കിൾസ്, 1 2 അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നാൽ, ഞാൻ ഓരോ ലൈൻ വൈസ് പറയാം. ഈ 8 ട്രയാങ്കിൾ ഉറപ്പാണ്. ഈ നടുക്കിലത്തെ ലൈൻ ആദ്യമേ വരയ്ക്കുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നാൽ 1 2 എത്ര പാർട്ടീഷൻ ഉണ്ട് നോക്കുക. ഇതിനെ ആഡ് ചെയ്യുക. 1 + 2 = 3. ഓക്കെ, ഇനി ഇതിന്റെ ഇടയിൽ എത്ര പാർട്ടീഷൻസ് ഇങ്ങനെ വന്നു നോക്കുക.
1 ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ നമുക്ക് 2 1 2 3 പാർട്ടീഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ ഇൻറ്റു അത്ര പാർട്ടീഷൻ. ഇപ്പൊ 3 × 3 9 അല്ലെ? അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തേ പറ്റൂ. ഓക്കെ, അങ്ങനെ ചെയ്തേ പറ്റൂ. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ഇങ്ങനെ വെർട്ടിക്കൽ പാർട്ടീഷൻസ് വരുമ്പോൾ നമ്പർ എഴുതിയിട്ട് ആഡ് ചെയ്ത് എത്ര പാർട്ടീഷൻ ഉണ്ട് 1 2 3 പാർട്ടീഷൻ 1 + 2 + 3 അങ്ങനെ ആഡ് ചെയ്യും. ഇനി ഹൊറിസോണ്ടൽ പാർട്ടീഷൻസ് ആണെങ്കിൽ 1 2 3 അതിനെ ഇൻറ്റു ചെയ്യും കൂടെ വേണ്ട. അപ്പൊ ഇവിടെ ടോട്ടൽ 9 ട്രയാങ്കിൾസ്. നമുക്കറിയാം ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ 9 കഴിഞ്ഞ് ഇത് 10ാമത്തെ ട്രയാങ്കിൾ, ഇത് 11ാമത്തെ ട്രയാങ്കിൾ. അതായത് ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതാം, ഇത് 10ാമത്തെ ട്രയാങ്കിൾ, ഇത് 11ാമത്തെ ട്രയാങ്കിൾ. ഇപ്പുറത്തും 2 ഉണ്ട്, ഇത് 12ാമത്തെ ട്രയാങ്കിൾ, ഇത് 13ാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ 13ഉം ഇതിന്റെ കൂടെ ഒരു 4 കൂടെ ആഡ് ആയി. 1 2 3 4 പിന്നെ 8 9 + 4 + 8 അത്രയും ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ പാർട്ടീഷൻസ് വരുമ്പോൾ ഇൻറ്റു 2 ചെയ്യുക. എത്ര പാർട്ടീഷൻസ് ഉണ്ട് ഇൻറ്റു 2 ചെയ്യുക. ദെൻ ഇങ്ങനെ ഒരു ട്രയാങ്കിളിൽ വെർട്ടിക്കൽ പാർട്ടീഷൻ വരുമ്പോൾ അത് എത്ര ഉണ്ടെന്ന്, എത്ര പാർട്ടീഷൻ ഉണ്ട് ആ പാർട്ടീഷൻസിന്റെ എണ്ണം അത്രയും ആഡ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ പാർട്ടീഷൻ വരുമ്പോൾ അത് എത്ര പാർട്ടീഷൻ ഉണ്ട് അത് അതിന്റെ ഒപ്പം ഇൻറ്റു ചെയ്യുക. വെർട്ടിക്കൽ പാർട്ടീഷന്റെ ഒപ്പം വേണം ഇൻറ്റു ചെയ്യാൻ, എങ്കിലേ കിട്ടുള്ളൂ. പിന്നെ ആ ബാക്കി വന്ന 4 പുറത്ത് കിടക്കുന്ന 4 ട്രയാങ്കിൾസ് 9 + 4 13, 13ഉം 8ഉം = 13ഉം 8ഉം എത്രയാടാ 21 ട്രയാങ്കിൾസ്. ഇവിടെ മുട്ടിച്ചിട്ടില്ല, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 21 ട്രയാങ്കിൾസ് ആണുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 21 ട്രയാങ്കിളും 7 സ്ക്വയറും. അപ്പൊ നമ്മൾ CGL ഇനി വരാൻ ചാൻസ് ഉള്ള കുറച്ച് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നോക്കിയത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു.